നിർഭയത്വം തൗഹീദിലൂടെ എന്ന ഒരു പ്രമേയമെടുത്തുകൊണ്ടാണ് നമ്മുടെ കൂട്ടായ്മ ഈ കഴിഞ്ഞ ഒരു മാസത്തോളമായി കേരളത്തിൻ്റെ എല്ലാ മുഖ്യ മൂലകളിലും ഇതുപോലെയുള്ള ചെറുതും വലുതുമായ സന്ദേശ പ്രയാണം എന്ന പേരിൽ ഒരു ആദർശ പ്രബോധന പ്രോഗ്രാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ 12-നാണ് നമ്മൾ തുടങ്ങിയത്. മെയ് 20 വരെ എന്നാണ് നമ്മൾ ഡേറ്റ് വെച്ചത്. കാരണം പിന്നെ മഴയാവും എന്നുള്ളതൊക്കെയാണ്. 20 കഴിഞ്ഞാൽ മഴയാവും. പെരുന്നാളുകളുടെ ഒരു തിരക്കും അതിൻ്റെ ഒഴിവുമൊക്കെ ആയി. പിന്നെ ജൂണായി, സ്കൂൾ തുറക്കലൊക്കെ ആയി. അതുകൊണ്ട് ഒരു ഏപ്രിൽ 10 മുതൽ മെയ് 20 വരെ എന്ന ഒരു 40 ദിവസം, അൽഹംദുലില്ലാഹ്, ഈ ഒരു 10-35 ദിവസം കൊണ്ട് തന്നെ ഏതാണ്ട് ഒരു 500-ലേറെ പ്രോഗ്രാമുകൾ കേരളത്തിൻ്റെ പല ഭാഗത്തായി ഇതിൻ്റെ ഭാഗമായി നടന്നു. അൽഹംദുലില്ലാഹ്, പടച്ച റബ്ബ് നമ്മിൽ നിന്നെല്ലാം കബൂലാക്കുമാറാവട്ടെ. ഇന്ന് നാട്ടിൽ നടക്കുന്ന എല്ലാ തരം പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം യഥാർത്ഥത്തിൽ പടച്ച റബ്ബിനെ ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല എന്നത് മാത്രമാണ്. മുസ്ലിമീങ്ങളെ കാര്യമാണ് സൂചിപ്പിക്കുന്നത്, അല്ലാത്തവരിൽ പറയേണ്ട കാര്യവുമില്ല. അള്ളാഹുവിനെ വിശ്വാസമുണ്ട് എന്ന് പറയുന്ന നമ്മളൊക്കെ അടക്കമുള്ളവർ റബ്ബിനെ മനസ്സിലാക്കുന്നിടത്ത് പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നുവെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നാവ് കൊണ്ട് നമ്മളൊക്കെ പറയും അള്ളാഹുവിനെ വിശ്വാസമുണ്ട്, ബോധ്യമുണ്ട്, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂല എന്നൊക്കെ നമ്മൾ പേരിന് നാവ് കൊണ്ട് പറയുമെന്നല്ലാതെ ജീവിതത്തിൽ അത് ബോധ്യപ്പെടേണ്ട സന്ദർഭങ്ങളിൽ പലപ്പോഴും നമുക്കതിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാറില്ല. ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ വരുമ്പോഴേക്ക് റബ്ബിനെ തന്നെ ധിക്കരിക്കുന്ന, പടച്ച റബ്ബിനെ പഴിക്കുന്ന, ശപിക്കുന്ന സംസാരങ്ങൾ പോലും മുസ്ലിമീങ്ങളുടെ നാവിൽ നിന്ന് പോലും വരികയാണ് ഇന്ന്. എല്ലാ വഴികേടുകളെയും അടിസ്ഥാനമായി പഠിപ്പിക്കപ്പെട്ടതും അത് തന്നെയാണ്. വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി, പടച്ച റബ്ബിനെ കണക്കാക്കേണ്ട ക്രമപ്രകാരം അവർ കണക്കാക്കിയിട്ടില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊരു വചനം ഒരു ദിവസം 17 പ്രാവശ്യം ഏറ്റവും ചുരുങ്ങിയത് നിർബന്ധമായി നമ്മളൊക്കെ പാരായണം ചെയ്യുന്നുണ്ട്. നിസ്കാരത്തിൽ 17 റക്അത്തിലായിക്കൊണ്ട്. സുന്നത്ത് നിസ്കാരങ്ങളിൽ വേറെയുമുണ്ട്. അതൊന്നും അല്ലാതെയും ഫാത്തിഹ ഓതുന്ന വ്യത്യസ്തമായ സന്ദർഭങ്ങളിലും ഈ വചനം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. റബ്ബുൽ ആലമീനായ അല്ലാഹ്, സർവലോക രക്ഷിതാവായ അല്ലാഹു എന്നാണല്ലോ അതിനർത്ഥം. അൽ ആലം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ ലോകം അല്ലെങ്കിൽ സർവലോകം എന്ന് പൊതുവെ പരിഭാഷയിലൊക്കെ അർത്ഥം പറയും. യഥാർത്ഥത്തിൽ ആലം എന്ന് പറഞ്ഞാൽ മാ സിവൽ ബാരി സുബ്ഹാനഹു വ തആല എന്നാണ് ഖുർആൻ മുഫസ്സിറുകൾ അതിന് വിശദീകരണമായി രേഖപ്പെടുത്തി വെച്ചത്. അഥവാ പടച്ച റബ്ബല്ലാത്ത ബാക്കിയെല്ലാം, അതാണ് ആലം. അല്ലാത്ത ബാക്കിയെല്ലാം. ലോകത്തിൽ രണ്ടേ ഉള്ളൂ, ഒന്ന് സൃഷ്ടാവ്, മറ്റൊന്ന് സൃഷ്ടി. ആ സൃഷ്ടിയാണ് ആലം. പടച്ച റബ്ബല്ലാത്ത ബാക്കി എന്തെല്ലാം ഉണ്ടോ അതിനെ എല്ലാം കൂടി പറയുന്ന പേരാണ് അറബിയിൽ അൽ ആലം എന്നത്. അതാണ് സർവലോകം എന്ന് ഖുർആൻ പരിഭാഷയിലൊക്കെ പരിഭാഷക്കാരായ പണ്ഡിതന്മാർ അർത്ഥം നൽകുന്നത്. അതിനെ മുഴുവൻ റബ്ബ്, എല്ലാത്തിൻ്റെയും റബ്ബ്. റബ്ബ് എന്ന വാക്ക് യഥാർത്ഥത്തിൽ മലയാളത്തിൽ സമാനമായ ഒരു പദമില്ല. റബ്ബ് എന്ന വാക്കിൻ്റെ അർത്ഥം പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു വാക്ക് മലയാളത്തിലില്ല. ഇത് മലയാള ഭാഷയുടെ പരിമിതിയാണ്. മലയാളത്തിൽ എന്നല്ല മറ്റു ഒരു ഭാഷയിലുമില്ല എന്നാണ്. അറബി ഭാഷയിൽ മാത്രമാണ് അത്രയും വിശാലമായ അർത്ഥവ്യാപ്തിയുള്ള ഒരു പദം
റബ്ബ് എന്ന വാക്ക് സമാനമായ പല വാക്കുകളും അത് അറബി ഭാഷയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ കിട്ടാവുന്നൊരു വാക്ക് നടക്കാൻ രക്ഷിതാവ് എന്ന അർത്ഥം വെക്കണം. കേവലം രക്ഷിതാവ് അല്ല അല്ലാഹു തആല. അല്ലാഹു സ്വമദാണ്, അവൻ വനിയാണ്, ഹമീദാണ് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ്. സ്വമദ് എന്ന് പറഞ്ഞാൽ അവിടെയും ഈ പരിമിതിയുണ്ട് ഭാഷക്ക്. പരിഭാഷയിൽ കാണുക അല്ലാഹു നിരാശ്രയനാകുന്നു എന്നാണ്. ഒരാളെയും ആശ്രയിക്കാത്തവൻ, അതിനാണ് നിരാശ്രയൻ എന്ന് പറയുക. അതുമാത്രമല്ല സ്വമദ്, ഒരാളെയും ആശ്രയിക്കുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാവരും ഇങ്ങോട്ട് ആശ്രയിക്കുകയും ചെയ്യുന്നു. അതാണ് സ്വമദ്. അങ്ങോട്ട് ആശ്രയിക്കുന്നില്ല, എന്നാൽ എല്ലാവരും റബ്ബിനെ ആശ്രയിക്കുന്നു. അതിനാണ് സ്വമദ് എന്ന് പറയുക. അത് രണ്ടും ഒന്നിച്ചു പറയാവുന്ന ഒരു വാക്ക് മലയാളത്തിലുണ്ടോ? ഇല്ല. അവനാണ് ഗനിയ്യ്, നമ്മളൊക്കെ ഫക്കീറുമാരാണ്. സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. ഏ മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളൊക്കെ ഫക്കീറുമാരാണ്. എല്ലാവരും ഫക്കീറാണ്. അല്ലാഹുവാണ് ഗനിയ്യ്, ധന്യൻ. ഒരാളെയും ആശ്രയിക്കാതെ എല്ലാവരാലും ആശ്രയിക്കപ്പെട്ടുകൊണ്ടുള്ളവൻ പടച്ച റബ്ബ് മാത്രമാണ്. ബാക്കി എല്ലാവരും ഫക്കീറാണ്. റബ്ബിനെ ആശ്രയിക്കാതെ ഒരു നിമിഷം പോലും, ഒരു സെക്കൻഡ് പോലും, ഒരു ശ്വാസം പോലും അയക്കാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. ശരിയായ ഫക്കീറാണ് നമ്മളൊക്കെയും. ഈ ഗനിയാണെന്ന് നമ്മളൊക്കെ പറഞ്ഞാൽ തന്നെ അതൊക്കെ ആപേക്ഷികമായ, താൽക്കാലികമായ, പരിമിതമായ അർത്ഥത്തിലുള്ള ഒരു ഗനിയ്യ് മാത്രമാണ്. അൽ ഗിനദാത്തി, ശരിയായ ഗിന എന്നുള്ളത് പടച്ചറബിനെ കുറിച്ച് മാത്രമാണ് പറയാൻ കഴിയുക. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ ത്വരീഖുൽ ഹിജ്റത്ത് എന്ന കിതാബിൽ അദ്ദേഹം ഈ ഫക്കീർ എന്താണ്, ഗനി എന്താണ് എന്ന് വളരെ വിശദമായ ഒരു 8-10 പേജുകൾ അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. പടച്ച റബ്ബിനെ ആ നിലക്ക് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് ആളുകൾ ശിർക്കിലേക്ക് പോകുന്നത്, പടപ്പുകളിലേക്ക് പോകുന്നത്, രക്ഷക്കായി സഹായത്തിനായി മറ്റു പല വഴികളെയും അന്വേഷിക്കുന്നത് പടച്ച റബ്ബിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അള്ളാഹുവിനെ ശരിയാവണ്ണം മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഹസ്ബി അല്ലാ, എനിക്കല്ലാ മതി എന്ന് മനസ്സറിഞ്ഞ് ബോധ്യപ്പെട്ട് പറയാൻ തീർച്ചയായും ഏത് മനുഷ്യനും സാധിക്കും. പക്ഷെ ആ ബോധ്യമാണ് പ്രധാനം. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഅ്ജിസത്ത് കണ്ട് ഇസ്ലാം സ്വീകരിച്ച സാഹിറുമാരെ പറ്റി ഖുർആൻ പറഞ്ഞല്ലോ. ഫിർഔനെ വെല്ലുവിളിച്ചു. എല്ലാ ഭാഗത്തു നിന്നുള്ള സാഹിറുമാരെ അവിടെ ഹാജരാക്കാൻ പറഞ്ഞു. യതൂക ബികുല്ലി സഹാരിൻ അലീം, എല്ലാ സാഹിറുമാരെയും കൊണ്ടുവരണം. അങ്ങനെ ഫിർഔനിന്റെ ചെലവിൽ ലോകത്തെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് അന്ന് ഈജിപ്തിലേക്ക് സാഹിറുമാരെ, മജീഷ്യന്മാരെ കൊണ്ടുവന്നു. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് സൂറത്തുൽ ശുഅറാഇന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, ഇന്ത്യയിൽ നിന്ന് പോലും അന്ന് ആളെ കൊണ്ടുപോയി എന്നാണ്. അന്ന് ഇന്ത്യ മാജിക്കിന്റെ കാര്യത്തിൽ വളരെ അറിയപ്പെട്ട കാലമാണത്ര അന്ന് ഫിർഔന്റെ കാലത്ത്. നമുക്കറിയില്ല, അല്ലാഹു അഅലം. അന്ന് ഈജിപ്തിൽ നിന്ന് ആളയച്ച്, ദൂതന്മാരയച്ച് ഇന്ത്യയിലെത്തി ഇവിടുന്ന് അഗ്രഗണ്യരായ സാഹിറുമാരെ അന്ന് ഈജിപ്തിലേക്ക് ഫിർഔൻ കൊണ്ടുപോയി. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നായി സാഹിറുമാർ സംഗമിച്ചു. 80,000 സാഹിറുമാരെന്ന് സംഗമിച്ചുവെന്നാണ് തഫ്സീർ ഇബ്നു കസീറിലൊക്കെ കാണുന്നത്. വല്ലാഹു അഅലം. ഇവരൊക്കെ വന്നുകൂടി അവരുടെ മാജിക് പ്രകടിപ്പിച്ചു. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മുഅ്ജിസത്തും അവിടെ പ്രകടിപ്പിച്ചു. ആ മുഅ്ജിസത്ത് വിജയിച്ചു, ആ മാജിക് പരാജയപ്പെട്ടു. അവിടെ സാഹിറുമാർ സുജൂദിലായി വീണു. നമുക്കറിയാം ചരിത്രം. അവിടെ ഫിർഔന് പ്രഖ്യാപിച്ചല്ലോ, നിങ്ങളെ കയ്യും കാലും വെട്ടുന്നു. കയ്യും കാലും എതിർ ദിശയിൽ വെട്ടിക്കളയും. വലത്തേ കയ്യും ഇടത്തേ കാലും, അല്ലെങ്കിൽ ഇടത്തേ കയ്യും വലത്തേ കാലും, ഇങ്ങനെ എതിർ ദിശയിൽ വെട്ടിക്കളയും. നിങ്ങളെ ക്രൂശിക്കും, കുരിശിലേറ്റും
എന്ന് ഭീഷണിപ്പെടുത്തി. ഫിർഔന് പറഞ്ഞാൽ അത് നടത്താൻ അവിടെ അന്ന് അധികാരമുണ്ട്. അതിനപ്പുറത്ത് ചോദിക്കാനും പറഞ്ഞു ഒരാളില്ല, അതിനപ്പുറം ഒരു കോടതിയോ അതിനപ്പുറത്തൊരു പോലീസോ ഒന്നുമില്ല. ഫിർഔൻ പറഞ്ഞാൽ അതന്നെ എല്ലാം. പക്ഷെ അവിടെ ആ സാഹിറുമാർ പറഞ്ഞ മറുപടി എന്താണ്? ഫഖ്ദി മാ അൻത ഖാൽ, നീ എന്ത് വേണമെങ്കിലും വിധിച്ചോ. ഇന്നമാ തഖ്ദി ഹാദിഹിൽ ഹയാത്തിദ് ദുനിയ, നീ വിധിക്കുന്നത് ഈ ദുന്യാവിൽ മാത്രമല്ലേ. ആ സാഹിറുമാർ അതിനു മുമ്പ് എവിടെന്നെങ്കിലും ഒരു തൗഹീദിന്റെ പ്രസംഗം കേട്ടേക്കണോ? ഇല്ലല്ലോ. മൂസാ നബിയുടെ വഴുത് വരെ കേട്ടിട്ടില്ല, തൗറാത്ത് അവർ വായിച്ചിട്ടില്ല. ആ മുഴുജത്ത് കണ്ണിൽ കണ്ടു, അത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. മാജിക്കും കണ്ടു, മുഴുജത്തും കണ്ടു, ഇതിനപ്പുറം മറ്റൊന്നുമില്ല. ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് അന്ന് അതിനു വേണ്ടി വന്നവരാണവർ. അവിടെ വെച്ച് മുഴുജത്ത് കണ്ടപ്പോൾ പടച്ച റബ്ബിനെ അവർക്ക് ബോധ്യമായി. ആ ബോധ്യമാണ് ഫിർഔന്റെ മുമ്പിൽ നോക്കി, മുഖത്ത് നോക്കി ഇങ്ങനെ പ്രഖ്യാപിക്കാൻ മാത്രമുള്ള ഈമാൻ അവർക്ക് പ്രദാനം ചെയ്തത്. 30, 40, 50 കൊല്ലം ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് തൗഹീദിന്റെ പ്രസംഗം കേട്ടിട്ട് ആഴ്ചയിൽ 2 3 വഅദ് കേൾക്കാത്ത ദിവസം നമുക്കതാണ് ഇല്ലല്ലോ. എന്നിട്ടും പടച്ച റബ്ബിനെ ആ നിലക്ക് ബോധ്യപ്പെടാൻ പലപ്പോഴും നമുക്ക് പറ്റിയിട്ടില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്ക് എന്താ പഠിച്ചോനിങ്ങനെ, എന്താ എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ, എന്താ റബ്ബിനോട് ഇങ്ങനെ, ഇതാണ് പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുക. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് 90ാമത്തെ വയസ്സ് വരെയാണ്. 90 വയസ്സ് വരെ, 90ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് കുട്ടി ഉണ്ടാകുന്നത്. അതുവരെ അദ്ദേഹം സ്ഥിരമായി പ്രാർത്ഥിക്കുന്നു, റബ്ബേ സ്വാലിഹായ സന്താനത്തെ നൽകണേ. നമുക്കാണെങ്കിൽ കഴിയോ 90ാമത്തെ വയസ്സിൽ ഒരു കുട്ടിയെ തരാൻ ദ്വാരക്കാൻ നമുക്ക് കഴിയോ? നമുക്ക് 90 ഭാര്യയ്ക്ക് 80 85 ആയി, രണ്ടാളും പടിയും കുത്തി പിടിച്ച് ആകെ പ്രായമായി ചുക്കിച്ചുളിഞ്ഞ് പരിഹരിക്കുമ്പോൾ സാറിൽ ഞങ്ങൾ ദ്വാരയ്ക്ക് കുട്ടികളുണ്ടായിക്കോളും എന്നൊരുത്തം പറഞ്ഞ് ഇനിയിപ്പോൾ എന്ത് ദ്വാരക്കാൻ, അതൊക്കെ കഴിഞ്ഞില്ലേ, ആ കാലമൊക്കെ കഴിയും, ഇനിയിപ്പോൾ എന്ത് പഠിച്ചോനെ വിദ്യ ദയിക്കും, സാരല്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് മടങ്ങുക എന്നല്ലാതെ ആ പ്രായത്തിലും പ്രാർത്ഥിക്കണമെങ്കിൽ പടച്ച റബ്ബിനെ മനസ്സിലാകുക തന്നെ വേണം. ഞാൻ ദുആക്കും അവിടെ ഉത്തരമായി കുട്ടിയെ കൊടുത്തില്ല എന്ന് വിചാരിക്കാം, എന്നാലും ദുആ വെറുതെയായിട്ടില്ല. നമുക്ക് ഇപ്പോൾ ആലോചിക്കുക, 90ാമത്തെ വയസ്സിൽ കുട്ടിയെ കൊടുത്തല്ല, അത് 40ാം വയസ്സ് കൊടുത്തൊക്കെയാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വേണി പറഞ്ഞൂടെ. പക്ഷെ പടച്ച റബ്ബിന് അതിൽ ചില ഉദ്ദേശങ്ങളുണ്ട്. അല്ലാഹ് ഹക്കീമാണ്, സൂക്ഷ്മജ്ഞാനിയാണ്, നിഗൂഢമായതിനെപ്പോലും അറിയുന്നവനാണ്. ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നവനാണ് അല്ലാഹ്. അവനൊരു ഇറാദത്തുണ്ട്, അവനൊരു ഹിക്മത്തുണ്ട്. പടച്ച റബ്ബിൻ്റെ എല്ലാ ഫഇലിനും ഒരു ഹിക്മത്തുണ്ട്. ആ ഹിക്മത്ത് അടിസ്ഥാനമാക്കിയ റബ്ബ് ചെയ്യുന്നത്. അങ്ങനെ അള്ളാഹിനെ മനസ്സിലാക്കുമ്പോഴാണ് എന്തേ പല 90ാം വയസ്സിൽ കൊടുത്തു, പക്ഷെ നേരത്തെ കൊടുത്തുടേനോ, ആ ചോദ്യം ഉണ്ടാവില്ല. കുട്ടിയെ കൊടുത്തു എന്ന് മാത്രമല്ല, ഒന്നിന് പിറകെ രണ്ടാമത്തെ കൊടുത്തു, 2 മക്കളായി. ആ മക്കളുടെ പിന്മുറക്കാരിൽ നിന്നാണ് പിന്നെ ലോകത്തെ എല്ലാ നബിമാരും ഉണ്ടായത്. ഇസ്ഹാഖ് നബിയുടെ മകനാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം, അദ്ദേഹത്തിൻ്റെ മകനാണ് യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പരമ്പരയിലാണ് പിന്നെ 1000-ലേറെ അമ്പിയാക്കൾ നിയോഗിക്കപ്പെട്ടത്. മൂസാ നബിയും സക്കരിയ നബിയും യഹ്യാ നബിയും ഹാറൂൻ നബിയും ഈസാ നബിയും ഇല്യാസ് നബിയും അലൈഹിമുസ്സലാം 1000-ലേറെ അമ്പിയാക്കളാണ് ആ സന്താന പരമ്പരയിൽ പിന്നീടുണ്ടായത്. ഇസ്മായിൽ പരമ്പരയിലാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് ഉണ്ടാകുന്നത്. അഥവാ ഇബ്രാഹിം നബിക്ക് ശേഷം ലോകത്ത് വന്ന മുഴുവൻ അമ്പിയാക്കളും ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിൽ നിന്ന്. അതുകൊണ്ട് അബുൽ അംബിയ, അമ്പിയാക്കളുടെ പിതാവ് എന്ന് പേരുണ്ടായത്. മുഹമ്മദ് നബിക്ക് ബറക്കത്തിന് വേണ്ടി നമ്മളോട് പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചപ്പോൾ ആ പ്രാർത്ഥന പോലും എന്താ? അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം. പഠിച്ചോനെ, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ബറക്കത്ത് നൽകിയത് പോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും ബറക്കത്ത് കൊടുക്കണേ എന്നാണ്. അത്ര വലിയ ബറക്കത്താണ് ഇബ്രാഹിം നബിക്ക് അല്ലാഹു തആല നൽകിയത്. 90ാമത്തെ വയസ്സിൽ കുട്ടിണ്ടായാൽ എന്താ, ഇരട്ടി ലാഭായിന്. പടച്ച റബ്ബ് അങ്ങനെ നിശ്ചയിച്ചതിൽ ചില നിമിത്തങ്ങൾ ഉണ്ടാവും. റബ്ബിനെ മനസ്സിലാക്കാതെ പോയാൽ കല്യാണം കഴിഞ്ഞ് 4 കൊല്ലം 5 കൊല്ലമൊക്കെ കാത്തിക്കും. പിന്നെ എല്ലാവരും ചോദിക്കാതെ എന്തൊരു കുട്ടിയായില്ലേ എന്ന് ചോദിക്കാൻ തുടങ്ങും. അപ്പം പിന്നെ ചികിത്സ ആരംഭിക്കും.
പ്രാർത്ഥിക്കും, ചികിത്സിക്കും. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ നോക്കി നിന്നാൽ പറ്റില്ല, എവിടെ നിന്ന് പോയോക്കേന്നറിയും. ഇവിടെ പോയി നോക്കുക, അവിടെ ഒരു ബീവി ഉണ്ട്, ഇവിടെ തങ്ങളുണ്ട്, അവിടെ ഒരു ഉസ്താദുണ്ട്, അവിടെ പോയാൽ മതി, ആ ജാടത്തങ്ങ് ചെന്നാൽ മതി, അവിടെ പോയി ജാറം മൂടിയാൽ മതി, ഈ ബീവിയെ പോയി കണ്ടാൽ മതി എന്ന് പറയാൻ ആൾ വരുന്നു. അവിടെ നമ്മൾ അള്ളാനെ മെല്ലെ മറക്കുകയാണ്. എൻ്റെ റബ്ബ് ഞാൻ ജനിക്കും മുമ്പ്, അല്ല ലോകത്തെ എല്ലാ മനുഷ്യരും ജനിക്കും മുമ്പ്, ആകാശഭൂമികൾ സൃഷ്ടിക്കും മുമ്പ് തന്നെ എൻ്റെ റബ്ബിൻ്റെ തീരുമാനമുണ്ട്. എനിക്ക് എന്ന് കുട്ടി ഉണ്ടാകണം, കുട്ടി ഉണ്ടാവോ ഉണ്ടാവില്ലേ, അത് റബ്ബ് അന്ന് തീരുമാനിച്ചതാണ്. അതിന് മുമ്പ് ഒരു ദിവസം നേരത്തെ കുട്ടിയെ കൊടുക്കാനും ആർക്കും പറ്റൂല, അപ്പുറത്തേക്ക് പിന്തിപ്പിക്കാനും പറ്റൂല. പടച്ച റബ്ബ് തീരുമാനിച്ചാൽ ആ റബ്ബിന് വേണമെങ്കിൽ ഈ തീരുമാനം മാറ്റി കൊടുക്കാൻ പറ്റുന്നു മാത്രം. റബ്ബിൻ്റെ നാമമാണല്ലോ അലീം, എല്ലാം അറിയുന്നവൻ. എല്ലാം അറിയുന്നവൻ അള്ളാഹിൻ്റെ നാമമാണ്. എല്ലാം അറിയുന്നവൻ എന്ന നാമം പടച്ച റബ്ബിന് എന്നുമുള്ള നാമമാണ്. റബ്ബിൻ്റെ എല്ലാ നാമങ്ങളും അഹ്ലുസുന്നയുടെ വിശ്വാസപ്രകാരം മുമ്പേ ഉള്ളതാണ്, അത് എന്നെന്നും അവശേഷിക്കുന്നതുമാണ്. ലോകത്ത് ഒരു സൃഷ്ടിയുമില്ലാത്ത കാലത്ത്, ഒന്നിനെയും പടച്ചിട്ടില്ലാത്ത കാലത്ത് അല്ലാഹു തആല ഖാലിഖാണോ സട്ടാവാണോ? സട്ടാവാണ്. ലോകം തന്നെ ഇല്ല, ഒന്നും കേൾക്കാനില്ല, ഒന്നും കാണാനില്ല, അങ്ങനത്തെ സംവിധാനം തന്നെ ഇല്ല, പടച്ചോ മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. ആ കാലത്തും അല്ലാഹ് അലീമാണ്, അന്നും അല്ലാഹ് സമീ ആണ്, അന്നും അല്ലാഹ് ബസീറാണ്. ഒരാൾക്കും റിസ്ക് നൽകാൻ ഇല്ലാത്ത കാലത്തും അല്ലാഹ് റാസിഖാണ്. അഹ്ലുസുന്നയുടെ അഖീദയാണത്. മുഅ്തസിലിയാക്കൾ പറഞ്ഞു, സൃഷ്ടിപ്പ് ആരംഭിച്ചപ്പോഴാണ് അല്ലാഹ് ഖാലിഖായത്, റിസ്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അല്ലാഹ് റാസിഖായത്. അത് പിന്നെ വലിയ വിവാദമായി, അവർക്ക് പ്രശ്നമായി, അവർ തമ്മിൽ അതിനെ പേരിൽ തല്ലിപ്പിരിഞ്ഞ് വ്യത്യസ്ത ടീമായി മാറി. അവസാനം മുഅ്തസിലിയാക്കൾ പറഞ്ഞു, പടച്ച റബ്ബിന് വിശേഷണങ്ങളൊന്നുമില്ല, ഒരു വിശേഷണമില്ല. ഇൽമില്ല, സംഇല്ല, ബസറില്ല, കാഴ്ചയില്ല, കേൾവിയില്ല, അറിവില്ല. എന്തേ കാരണം? ഉണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറെ ചോദ്യത്തിന് ഉത്തരം പറയണം. അപ്പം അല്ലാഹ് സംഉണ്ട് പറഞ്ഞാൽ ഇവിടെ ഒന്നുമില്ലാത്ത കാലത്ത് അല്ലാഹ് എന്താ കേട്ടത്? ഒന്നുമില്ല. അപ്പം അല്ലാഹ് അന്ന് സംഉണ്ടായിരുന്നുവോ? അപ്പം ഇവരെ ബുദ്ധി കൊണ്ട് ആലോചിച്ചപ്പോൾ അന്ന് സംഇല്ല. പിന്നെ എന്നേ സംഉണ്ടായത്? സൃഷ്ടികൾ ഉണ്ടായപ്പോൾ. അപ്പം അതുവരെ ഇല്ലാത്തൊരു വിശേഷം അല്ലാഹ് പിന്നെ പുതുതായി വന്നോ? അപ്പം അല്ലാഹ് ഇതിന് മുമ്പ് പൂർത്തിയല്ല എന്നല്ലേ വരിക? ഇങ്ങനെ കുറെ ഫിത്ന അവസാനം മുഅ്തസിലിയാക്കൾ അങ്ങനെയാണ് ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത് ബുദ്ധിക്ക് യോജിക്കാത്ത ആയത്ത് ഒഴിവാക്കാം എന്ന് തീരുമാനിച്ചത്. അങ്ങനെയാണ്. നമ്മളെ ബുദ്ധിക്ക് യോജിക്കാത്ത ആയത്ത് ഹദീസ് ഒന്നും സ്വീകരിക്കേണ്ട എന്ന ഈ പുസ്തകമൊന്നുമില്ല. അതെത്തിയപ്പോഴാ പറഞ്ഞ് പടച്ച റബ്ബിന് വിശേഷങ്ങളൊന്നുമില്ല. ഞാൻ നാളെ എന്ത് ചെയ്യുമെന്ന് അള്ളാഹുവിന് ഇന്നറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ആ കാലത്തെ മുഅ്തസിലിയാക്കൾ സംവാദത്തിൽ പറഞ്ഞു, ഇല്ല, അള്ളാഹ്ക്ക് അറിയില്ല. അന്ന് അഹ്ലുസുന്നയും മുഅ്തസിലിയാക്കളും സംവാദം ഉണ്ടായി ഹിജ്റ 3-ാം നൂറ്റാണ്ടിലൊക്കെ, 1100-1200 കൊല്ലങ്ങൾക്ക് മുമ്പ്. അന്ന് ചോദ്യം ചോദിച്ചതായിരുന്നു, ഞാൻ നാളെ എന്ത് ചെയ്യുമെന്ന് പടച്ചോനെ ഇന്നറിയോന്ന് പറയേണ്ടി വന്നു. അറിയില്ല. അറിയുന്നു പറഞ്ഞ പ്രശ്നമാണ്. ഇന്നറിയുന്ന പിന്നെ ഇന്നലെ അറിയിക്കും. അവർ കൊല്ലം മുമ്പ് അറിയോ, 10 കൊല്ലം മുമ്പ് അറിയോ, 100 കൊല്ലം മുമ്പ് അറിയോ? അതോട് പിന്നെ ഖദർ അംഗീകരിക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു സൃഷ്ടിയെയും സൃഷ്ടിക്കാത്ത കാലത്തും പടച്ച റബ്ബ് മാത്രമുള്ള കാലത്തും അല്ലാഹ് അലീമാണ്. ഞാൻ ഈ സമയത്ത് ഇവിടെ സംസാരിക്കുമെന്ന് കോടാന് കൊല്ലങ്ങൾക്ക് മുമ്പ് പടച്ച റബ്ബ് അറിഞ്ഞ കാര്യമാണ്. അത് രേഖപ്പെടുത്തിയത് പിന്നെ അന്ന് അല്ലാഹ്ക്ക് ഇൽമുണ്ട്. പിന്നെ റബ്ബ് അത് രേഖപ്പെടുത്തി കിതാബത്ത്. അതാണ് അല്ലാഹ് ആദ്യമായി പേനയെ പടച്ചത്. ലോകത്ത് ഒന്നാമത്തെ സൃഷ്ടി പേനയാണ്, കലമാണ്, നബിപ്രകാശമൊന്നുമല്ല. ആദ്യത്തെ സൃഷ്ടി അവ്വലു മാ ഖലഖല്ലാഹു തആല അൽ ഖലം. നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ച കലമാണ്. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ എന്ന് പറഞ്ഞ കലം. ആ പേനയോട് അല്ലാഹ് പറഞ്ഞു, നീ എഴുതണം. പേന വെച്ച് എന്താ റബ്ബേ എഴുതേണ്ടത്? ഞാൻ ഇനി ഇവിടെ നടപ്പാക്കാൻ തീരുമാനിച്ച മുഴുവൻ കാര്യങ്ങളും നീ രേഖപ്പെടുത്തി വെക്കണം. എല്ലാം രേഖപ്പെടുത്തി. ആകാശം സൃഷ്ടിക്കും, ഭൂമി സൃഷ്ടിക്കും, മനുഷ്യന്മാരെ പടക്കും, ജിന്നുകളെ പടക്കും, മലക്കിനെ പടക്കും, സ്വർഗമുണ്ടാകും, നരകമുണ്ടാകും തുടങ്ങി എല്ലാം വിശദമായിട്ട് ആ കലം രേഖപ്പെടുത്തി വെച്ചു. അത് കഴിഞ്ഞ് 50,000 കൊല്ലം കഴിഞ്ഞിട്ടാണ് അല്ലാഹ് ആകാശം ഭൂമി സൃഷ്ടിക്കുന്നത്.
പിന്നെ എത്ര കഴിഞ്ഞിട്ടാണ് മനുഷ്യന്മാരുണ്ടാക്കുന്നത്? അവിടുന്ന് എത്ര കഴിഞ്ഞിട്ടാണ് നമ്മളൊക്കെ ഉണ്ടാവുന്നത്? എങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കണമെന്ന് എൻ്റെ റബ്ബ് സുബ്ഹാനഹു വ തആല കോടാനുകോടി കൊല്ലങ്ങൾക്ക് മുമ്പ് റബ്ബ് അറിഞ്ഞ കാര്യമാണ്, രേഖപ്പെടുത്തിയ കാര്യമാണ്. ഈ നിലക്ക് റബ്ബിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല. എന്തുണ്ടായാലും അലല്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തൊക്കെ സംഭവിച്ചാലും അതാ നബി തങ്ങൾ പറഞ്ഞത്, അജബൽ ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. മുഅ്മിന്റെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്. അവന്റെ എല്ലാ കാര്യങ്ങളും ഖൈറാണ്, അവന് ഖൈർ മാത്രമേയുള്ളൂ. സന്തോഷമുണ്ടായാൽ അവൻ റബ്ബിനെ സ്തുതിക്കുന്നു, അത് ഖൈറായി മാറുന്നു. പ്രയാസമുണ്ടായാൽ ക്ഷമിക്കുന്നു, അതും ഖൈറായി മാറുന്നു. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിനീൻ. ഈ ഒരു അവസ്ഥ മുഅ്മിനല്ലാതെ മറ്റാർക്കുമില്ല. എന്ത് സംഭവിച്ചാലും അവന് ഖൈറാണ്. കാതിൽ മുള്ളു കുത്തിയാൽ ദോഷം പൊറുക്കുമെന്ന് ഓഫർ ചെയ്യപ്പെട്ട മനുഷ്യന്മാരെ നമ്മളൊക്കെ. ഒരു മുള്ളുത്തിയാൽ, ജലദോഷം ഉണ്ടായാൽ, ഒന്ന് പനിച്ചാൽ, കിഡ്നി പോയാൽ, ക്യാൻസർ വന്നാൽ, എന്ത് സംഭവിച്ചാലും ശരി ഖൈറു മാത്രം. മാ യുസീബുൽ മുസ്ലിമ മിൻ വസബിൻ വലാ നസബിൻ വലാ ഹമ്മിൻ വലാ ഗമ്മിൻ വലാ ഹസൻ ഹത്ത ശൗകതി യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ സയ്യിആതിഹാ. നബി തങ്ങൾ പറഞ്ഞു, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, സത്യവിശ്വാസി കേൾക്കുന്ന മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ, നിരാശകൾ, ടെൻഷനുകൾ, അവൻ ഏൽക്കുന്ന മുള്ളു പോലും അവൻ്റെ പാപം പൊറുക്കാതിരിക്കുകയില്ല. അത് കാരണമായിട്ട് ടെൻഷൻ ഉണ്ടായാൽ ദോഷം പൊറുക്കുന്നു. ഒരു വിഷമുണ്ടായി, ശാരീരിക ബുദ്ധിമുട്ടുണ്ടായി, കാതിൽ മുള്ളു കുത്തി, അതിന് പോലും ദോഷം പൊറുക്കുന്നു. അത്ര വലിയ ഭാഗ്യവാന്മാർ വേറെ ആരാ? പക്ഷെ ഇത് നമ്മൾക്ക് മനസ്സിലായിട്ടില്ല. ഇത് മനസ്സിലാകാതെ വരുമ്പോഴാണ് അന്ധവിശ്വാസത്തിന് പിന്നാലെ പോവുക, അപ്പോഴാ പടപ്പിലേക്ക് പോവുക, അപ്പോഴാ പടച്ചോനെ കുറ്റം പറയുക. അല്ലെങ്കിൽ ഓനെല്ലാം ഖൈറല്ലേ, എന്ത് സംഭവിച്ചാലും അൽഹംദുലില്ലാ. രോഗം വന്നാൽ എൻ്റെ റബ്ബെനിക്കതിൽ ഒരു ഖൈർ തീരുമാനിച്ചിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കും. ഒരു പക്ഷെ അല്ലാഹ് സ്ട്രോക്ക് കൊടുക്കുന്, സ്ട്രോക്ക് വന്ന് 10 കൊല്ലം ഓൻ പരിയിലാണ് കിടന്ന് പുറത്തിറങ്ങാൻ വയ്യ. ഒരു വലിയ ഖൈർ പക്ഷേ പഠിച്ച ഉദ്ദേശം ഉണ്ടാവും. ഇതിന് നാട്ടിൽ എന്ത് ബഹളം ഉണ്ടായാലും, എന്തൊച്ചപ്പാടുണ്ടായാലും അതിലൊക്കെ പോയി തലയിട്ട് സംസാരിക്കുന്ന ആളാണ് ഇവന്. ഉദാഹരണം പറയാം, അടുത്ത കൊല്ലം നാട്ടിൽ വലിയ വിവാദം വരാനുണ്ട്. ആ വിവാദത്തിൽ അവൻ ചെന്ന് ഇറങ്ങി ഇടപെട്ട് കഴിഞ്ഞാൽ ഓൻ്റെ ഈമാൻ തന്നെ പോകും. ഓൻ ചിലപ്പോൾ ഇസ്ലാം എന്ന് പുറത്തു പോയി ഓൻ നരകത്ത് കണ്ടു പോകും. അപ്പോൾ അള്ളാഹ് തീരുമാനിച്ചു ഓൻ്റെ സ്വർഗം നഷ്ടപ്പെടാൻ പറ്റൂല. പക്ഷെ ആ വിവാദം ഉണ്ടായാലോ ഓട്ട് അടങ്ങിക്കൂല്ല. എന്നാൽ പിന്നെ ഓൻ പരീക്ക് എടുക്കട്ടെ, അതല്ലത് ഓൻ അവിടെ സ്ട്രോക്ക് വരുത്തും, അവിടെ കെടുത്തും പരീല്. അതെന്തിനാ? ഓൻ്റെ സ്വർഗം നിലനിർത്താൻ വേണ്ടിയാണ്. ഇത് ഓനറിയില്ല. ഓനെ എന്താ റബ്ബേ ഭയങ്കര നിരാശയായി, ഞാൻ ഇങ്ങനെയൊക്കെ മണ്ടിപ്പാഞ്ഞ് ദീനിന് വേണ്ടി ഓടിയെടുന്നിട്ട് എനിക്കിപ്പോൾ ഇതാണല്ലോ വന്നത്, ഈ ഗതിയാണല്ലോ വന്നത് എന്ന് പറഞ്ഞ് ഓൻ സങ്കടപ്പെട്ട് ഓൻ ചിലപ്പോൾ പിറകോട്ട് പോകുന്നു. നേരെ പിടിച്ച് എൻ്റെ റബ്ബ് എനിക്കിതിൽ ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കിയാലോ. നബി തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ഒരു വലിയ മൻസിൽ രേഖപ്പെടുത്തി വെക്കും, ഉന്നതമായ സ്ഥാനം രേഖപ്പെടുത്തി വെക്കും സ്വർഗത്തിൽ. പക്ഷെ അവൻ്റെ അമല് കൊണ്ടൊരിക്കലും ആ സ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു യോഗ്യതയും അവനില്ല. പടച്ചോന്റെ കണക്കിൽ ഒരു വലിയ സ്ഥാനമുണ്ട് സ്വർഗത്തിൽ. പക്ഷെ അതിലേക്കുള്ള ഒരു സബബാണല്ലോ ഈമാനും അമലു സ്വാലിഹാത്തും. ഈ അമലു സ്വാലിഹാത്ത് ഉണ്ടെങ്കിലും ആ സ്ഥാനത്തേക്ക് എത്താൻ മാത്രമുള്ള അമലൊന്നുമില്ല. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പരീക്ഷണങ്ങൾ നൽകും. ഫീ നഫ്സിഹി ഔ ഫീ മാലിഹി ഔ ഫീ വലദിഹി. ഒന്നുകിൽ സ്വന്തം ശരീരത്തിൽ പരീക്ഷണം, ഒരു രോഗം വന്നു, അല്ലെങ്കിൽ സമ്പത്തിൽ, അല്ലെങ്കിൽ മക്കളിൽ, സന്താനങ്ങളിൽ അല്ലാഹു തആല പരീക്ഷണം നൽകുന്നു. സുമ്മ സ്വബ്ബറഹു അലാ ദാലിക. എന്നിട്ട് അല്ലാഹു തആല അത് ക്ഷമിക്കാനുള്ള കഴിവ് അല്ലാഹു കൊടുക്കും. അപ്പോൾ ക്ഷമിക്കും. ഈ ക്ഷമിച്ചതിന് അവനിങ്ങനെ അല്ലാഹു കൂലി കൊടുക്കും. രോഗിയായി കിടക്കുമ്പോൾ 24 മണിക്കൂറും പ്രതിഫലം കിട്ടുകയാണ്. പരീക്ഷിക്കപ്പെടുമ്പോൾ 24 മണിക്കൂറും പ്രതിഫലം കിട്ടുകയാണ്. അവന് വേണ്ടി ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും തോൽക്കുക, പഠിച്ചോനെ ഷിഫാക്കി കൊടുക്കണേ. അല്ലാഹു ഷിഫാക്കി കൊടുക്കില്ല. ഓന് സോക്കട് കൊടുത്തതിനാണ് ആ സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ
നന്മയുടെ തുലാസ് ഒരുപാട് ഭാരം കൂടാനുണ്ട്. ഇത് സുഖപ്പെട്ടാൽ പിന്നെ അത് കിട്ടുമല്ലോ. അതിന് പകരം ഓനമടി കുറേ ആൾ ദ്വാരിക്കുന്നു. ഇതിനെല്ലാം കൂലി കൊടുക്കുന്നു. അവൻ ക്ഷമിക്കുന്നു, അതിന് കൂലി കൊടുക്കുന്നു. രോഗം വന്നു, അതിന് പ്രതിഫലം കൊടുക്കുന്നു. ഈ കൂലിയൊക്കെ പാടെ വന്നുകൂടുമ്പോൾ നന്മയുടെ ഭാഗം ഭാരമേറുന്നു. അവൻ്റെ പാപങ്ങൾ പുറത്തു പോകുന്നു. തിന്മയുടെ ഭാഗം ഭാരമില്ലാതായി മാറുന്നു. അങ്ങനെ ആ മൻസയിലേക്ക് റബ്ബ് അവനെ എത്തിച്ചു കൊടുക്കുമെന്ന് ഇമാം തുബറാനി റിപ്പോർട്ട് ചെയ്ത സ്വഹീഹ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹനെ മനസ്സിലാക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഒന്ന് ഖലാ ഖദർ പഠിക്കുക, അത് പ്രധാനമാണ്. പടച്ച റബ്ബിൻ്റെ ഖലാഉം ഖദറും ശരിക്കും നിങ്ങൾ സമയമെടുത്ത് പഠിക്കേണ്ട ഭാഗമാണ്. മഹാഭൂരിപക്ഷം ആളുകളും തെറ്റിപ്പോയ മേഖലയാണ് ഖലാ ഖദർ. മഹാഭൂരിപക്ഷവും ഒന്നും വേണ്ട. അമാനിമുരിയുടെ ഖുർആൻ പരിഭാഷയിൽ വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ് എന്ന ആയത്തിൻ്റെ തഫ്സീർ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ അല്ലാഹ് ഉദ്ദേശിക്കണം എന്നാണ്. ഒരു കാര്യം നമ്മൾ വിചാരിക്കണമെങ്കിൽ അല്ലാഹുവിൻ്റെ ഉദ്ദേശം വേണം, അല്ലാതെ ഉദ്ദേശിക്കാൻ പോലും കഴിയില്ല. അതാണ് നമ്മൾ ഖലാ ഖദറിന് മുമ്പിൽ. ആ ഖലാ ഖദർ മനസ്സിലാക്കി പടച്ച റബ്ബിൻ്റെ നാമഗുണ വിശേഷങ്ങളെ മനസ്സിലാക്കി അസ്മാഉ സിഫാത്തിലൂടെ റബ്ബിൻ്റെ ഖലാ ഖദറിലൂടെ റബ്ബിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ച് എന്തു സംഭവിച്ചാലും ശരി അലല്ലാഹ് പ്രഖ്യാപിക്കാൻ പറ്റും. അയ്യൂബ് നബിക്ക് 14 കൊല്ലമാണ് അസുഖമുണ്ടായി. 14 കൊല്ലം. അന്ന് വഹയുണ്ട്, അന്ന് മുഴുജത്തുണ്ട്, അന്ന് മലക്ക് വരുന്നുണ്ട്, ജിബ്രീലുമായി സംസാരിക്കുന്നുണ്ട്, നിർദ്ദേശങ്ങൾ കിട്ടുന്നുണ്ട്. ആ കാലത്താണ് 14 കൊല്ലം രോഗിയായി കിടന്നത്. മാരകമായ രോഗം ശരീരമാസകലം ബാധിച്ചു. രോഗം വന്നു എന്ന് മാത്രമല്ല, മക്കൾ മുഴുവൻ മരിച്ചുപോയി എന്നാണ്. മക്കളൊക്കെ നഷ്ടപ്പെട്ടു പോയി. സമ്പത്ത് മുഴുവൻ തകർന്നു തരിപ്പണമായി പോയി. അവസാനം ഭാര്യമാർ അദ്ദേഹത്തെ ഒഴിവാക്കിപ്പോയി. ഒരു ഭാര്യ മാത്രം കൂടെ നിന്നു, മറ്റു ഭാര്യമാരൊക്കെ വിട്ടൊഴിഞ്ഞു പോയി. ആ ഭാര്യ അദ്ദേഹത്തെയും തോളിലിട്ട് അങ്ങനെ നടക്കുന്ന കെടുത്തിപ്പോകാൻ പറ്റൂല. നോക്കാൻ ഒരു മനുഷ്യനില്ല, സുഖമില്ലാതെ കിടക്കുകയാണ്, ഭക്ഷണം കഴിക്കാൻ വകുപ്പില്ല. ചുറ്റുഭാഗത്തുള്ള വീടുകളിൽ പോയി വീട്ടുജോലി ചെയ്ത് കൊടുത്ത് അവിടുന്ന് വല്ല ഭക്ഷണം കിട്ടിയാൽ ആ ഭക്ഷണം ഭർത്താവിന് കൊടുക്കാം. പക്ഷെ പോണെങ്കിലോ ഈ ഭർത്താവിന് എന്താ ചെയ്യുക? ഭർത്താവിനെയും തോളിട്ട് ഭാര്യ നടക്കും. എന്നിട്ട് ജോലിക്ക് പോകുന്ന വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും കുറ്റിക്കാട്ടിൽ ആ ഭർത്താവിനെ സുരക്ഷിതമായി കിടത്തിയിട്ട് ആ വീട്ടിൽ പോയി പണിയെടുക്കും. അവിടുന്ന് കിട്ടുന്ന ഭക്ഷണവുമായി വന്ന് ഭർത്താവിന് തിന്നാൻ കൊടുക്കും. ഒരു നബിൻ്റെ ഭാര്യയാണ്. ആ നബിക്കന്ന് വഹയുണ്ട്, അന്ന് മുഴുജത്തുണ്ട്. ഇവിടെ കറാമത്തോട് സഹായിക്കുന്നതായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഈ കണ്ട ജാറ മുഴുവൻ ഉണ്ടായത്. CM അടവ് ലോകം നിയന്ത്രിക്കുന്ന പറയുന്നത് കറാമത്തോട് സഹായിക്കുന്നതാണ്, കൊടുത്ത കഴിവിനാണ്. സാക്ഷാൽ മുഴുജത്തുള്ള നബിയാണ് ഈ പരീക്ഷിക്കപ്പെട്ടത്. അവസാനം നാട്ടിലൊക്കെ അറിഞ്ഞു, നമ്മളെ വിട്ട് ജോലിക്ക് തന്നെ ആ പെണ്ണിൻ്റെ ഭർത്താവിന് എന്തോ ഒരു മാരകമായ രോഗം കിട്ടോ, ഓളെ പണിക്ക് വിളിക്കണ്ടാണ്. ആ രോഗം പകരാൻ സാധ്യത, ആ പണിയും മുടങ്ങിനാണ്, അതും കിട്ടാതായി. 14 കൊല്ലമാണ് അയ്യൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കഴിച്ചു കൂട്ടിയത്. പക്ഷെ ഒരു ആവലാതി പഠിച്ചവനെ പറ്റി പറഞ്ഞില്ല. എന്താ, ഞാൻ നബിയായിട്ട് എന്താ അപ്പം അള്ളനോട് ഇങ്ങനെ ചോദിച്ചിട്ടില്ല. ജിബ്രീൽ വരുമ്പോൾ ചോദ്യം ചോദിക്കാലോ. ജിബ്രീൽ എന്താ റബ്ബിൻ്റെ തീരുമാനം എൻ്റെ വിഷയത്തിൽ? ഇല്ല. അദ്ദേഹം ക്ഷമിച്ചു. അദ്ദേഹം തന്നെ പ്രാർത്ഥന റബ്ബിലേക്ക് മാത്രമാക്കി. അവസാനം അല്ലാഹ് ശിഫയാക്കി എന്ന് മാത്രമല്ല, പഴയ ആരോഗ്യം തിരിച്ചു കിട്ടി. വീണ്ടും മക്കളുണ്ടായി, വീണ്ടും സമ്പത്തുണ്ടായി, മുമ്പുള്ളതിനേക്കാളും വലിയ ഐശ്വര്യം കൊടുത്തു. അല്ലാഹ് പറഞ്ഞു, അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറ് വഅൻത അർഹമുർ റഹീമീൻ. അയ്യൂബ, അയ്യൂബിനെ ഓർക്കണം കേട്ടോന്ന്. അയ്യൂബിനെ മറക്കാൻ പറ്റൂല, ഓർക്കണം. ആര്? ഖിയാമത്ത് വരെയുള്ള മുസ്ലിമീങ്ങളെ കൊണ്ട് അല്ലാഹു തആല ആയത്ത് ഓതിപ്പിക്കുകയാണ്. ആ അയ്യൂബിനെ ഓർക്കണം. ഈ 14 കൊല്ലം പരീക്ഷിക്കപ്പെട്ടിട്ടും പടച്ച റബ്ബിൻ്റെ തീരുമാനത്തിന് പൂർണ്ണമായ സംതൃപ്തിയോടെ അതിന് വിധേയമായി. അതാ റളീതു ബില്ലാഹി റബ്ബൻ. നമ്മൾ പറയും എന്താ ഇപ്പം എല്ലാവരും ദോരക്കേണ്ട? പക്ഷെ ഒരു കാര്യമില്ല. പള്ളിക്ക് ദോഴ്ന്നു, മെമ്പർന്ന് കഴിഞ്ഞ ആഴ്ച ഖത്തീബ് ദോഴ്ന്നു കേട്ടു, പക്ഷെ എനിക്കൊരു മാറ്റമില്ല എന്ന് പറഞ്ഞ് നമ്മളപ്പോഴേക്ക് നിരാശപ്പെടുകയാണ്. ഈ ദുആക്ക് മുഴുവനും പ്രതിഫലം വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് ഓർക്കാൻ പറ്റുന്നില്ല. വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ ഓരോ പ്രവാചകന്മാർക്കും വന്നുപോയി. അവരൊക്കെ വല്ലാത്ത മാതൃക കാണിച്ചു. യാക്കൂബിന്റെ മകൻ യൂസുഫിനെ നഷ്ടപ്പെട്ടു. മറ്റു മക്കൾ കൊണ്ടുപോയി.
അവൻ എന്തോ അപായപ്പെടുത്തി. ആ കുപ്പായവുമായി വന്നു, രക്തം കുളിച്ച് കുപ്പായം കൊണ്ട് കാണിച്ചു കൊടുത്തു. വാപ്പ ചെന്നായ പിടിച്ചു. നമുക്ക് ചരിത്രം പറയാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. വാപ്പ ഞങ്ങൾ ഓട്ടമത്സരം നടത്തിയിരുന്നു. സാധനമൊക്കെ നോക്കാൻ വേണ്ടി ഓനവിടെ നിർത്തിയിരുന്നു. പക്ഷെ ഓനെ ചെന്നായ പിടിച്ചു. പിന്നെ അപ്പം ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂലല്ലോ എന്നൊരു മുൻകൂർ ജാമ്യവും. എന്നിട്ടാണ് കുപ്പായം കാണിച്ചു കൊടുത്തതാ ഇനി വേണേ നോക്കി. ആ ചെന്നായ കടിച്ച് കീറിയപ്പോൾ ഞങ്ങൾ ആ കുപ്പായം പിടിച്ചതാണ്. ആ കുപ്പായത്തിൽ കണ്ട കംപ്ലീറ്റ് രക്തമാണ്. വാപ്പാക്ക് മനസ്സിലായിട്ട് എന്തോ ഒരു തട്ടിപ്പാണ്. അദ്ദേഹം പറഞ്ഞു, ബൽ സബ്ബലത്തിലക്കും അംഫുസുക്കും അംറ, നിങ്ങളെ മനസ്സ് തോന്നിപ്പിച്ച എന്തോ ചില പണി നിങ്ങൾ ഒപ്പിച്ചിരിക്കുന്നു. ഫസബറുൻ ജമീൽ, സൊബറുൻ ജമീലാണ് ഞാൻ കൈക്കൊള്ളുന്നത്. എന്താ സൊബറുൻ ജമീൽ? സൊബർ നമുക്കൊക്കെ അറിയാം, ക്ഷമ. ക്ഷമ 4 തരം ക്ഷമയാണ്. അതിൽ ഏറ്റവും ടോപ്പ് 4ാമത്തെ ക്ഷമയാണ് സൊബറുൻ ജമീൽ. അഥവാ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ തഫ്സീർ രേഖപ്പെടുത്തി വെച്ചു, സൊബറുൻ ജമീൽ എന്ന് പറഞ്ഞാൽ അല്ലദീ ലാ ശക്വാ മഅഹു, ഒരു പരാതി പോലുമില്ലാത്ത ക്ഷമ. ഒരു പരാതിയില്ല, ആക്ഷേപമില്ല. മക്കളെ എന്ത് പണി ഞങ്ങൾ കാട്ടിയെന്ന് ചോദിച്ചാൽ സൊബറുൻ ജമീലല്ല. ആ ക്ഷമിക്കെന്നാലും നിങ്ങളിങ്ങനെ ചെയ്തല്ലോ, അത് സൊബറുൻ ജമീലല്ല. ഒരു പരാതിയില്ല, ആപരാതിയില്ല. ഉള്ള പരാതി പടച്ചവനോട് പറയാം. ഇന്നമാ അഷ്കൂ ബസീ വഹുസ്നീ ഇലല്ലാഹ്, എൻ്റെ വിഷമങ്ങൾ, എൻ്റെ പരാതികൾ, ആപരാതികൾ എൻ്റെ റബ്ബിനോട് മാത്രമാണ് ഞാൻ പറയുന്നത്. മക്കളോടൊന്നും പറഞ്ഞില്ല. ആരും നമ്മളൊക്കെയാണ് പറയുക. ആരും വരുമ്പോൾ എന്താ കാട്ടുക, കുട്ടികളങ്ങനെ ചെയ്താൽ നമ്മളെന്താ കാട്ടുക? ഞാനത് പ്രതീക്ഷിച്ച് എൻ്റെ മക്കളങ്ങനെ ചെയ്യുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ പരാതി പറയാത്ത ആരാ? നാലും പൊട്ടിച്ചിട്ട് ക്ഷമിക്കണ മനുഷ്യന്മാരാ നമ്മിൽ ചിലരൊക്കെ. ആദ്യം 4 കൊടുക്കും, ഏതാ ഞാൻ ക്ഷമിക്കുക, അതുകൊണ്ട് ഇനി എനിക്ക് ഞാൻ ബാക്കി തരുന്നില്ല എന്നറിയാം. ക്ഷമയാണ്, സൊബറാണ്. പക്ഷെ അതല്ല സാക്ഷാൽ ക്ഷമ. സ്വന്തം മകനെ മറ്റു മക്കൾ കൊണ്ടുപോയി അപായപ്പെടുത്തിയിട്ട് വാപ്പാനെ പറ്റിക്കാൻ ആടിനടുത്ത രക്തം പുരട്ടിയ കുപ്പായുമായി വന്ന് പറയുമ്പോഴാണ് ഈ വാപ്പ പറയണത് ഫസബറുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. റബ്ബിനോട് സഹായം തേടുക. നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിലൊക്കെ അള്ളാഹിനോട് പറയാം, അല്ലാതെ എന്താ ചെയ്യാം? അതാണ് മാതൃക. അത് പറയണമെങ്കിൽ പഠിച്ചോനെ മനസ്സിലാക്കണം. ഇത് എൻ്റെ റബ്ബിൻ്റെ തീരുമാനമാണ്, ഇതെൻ്റെ റബ്ബ് നിശ്ചയിച്ച കാര്യമാണ്. തടുക്കാർക്കും പറ്റൂല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅത. റബ്ബേ, നീ തന്നാൽ തടുക്കാൻ ആരുമില്ല, നീ തടുത്താൽ തരാനുമാണില്ല. ഇത് വെറുതെ നാവോട് പറഞ്ഞു പോയാൽ പോരാ. ഇത് ബോധ്യമായി മാറുമ്പോഴാണ് എല്ലാ പ്രതിസന്ധികളെയും ഏത് പ്രശ്നങ്ങളെയും ആ റബ്ബിൽ തവക്കുലാക്കി നിർഭയമായി മുന്നോട്ട് പോകാൻ കഴിയുക. അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും അവനാകെ തളർന്നു പോകും, ആകെ നിരാശപ്പെട്ട് ബേജാറായി പോകും. ഇവിടെ ഒരു ബേജാറുമില്ല. ഇബ്രാഹിം നബിയെ തീയിലേക്ക് ഇടാൻ തീരുമാനിച്ചു. നാട്ടിൽ ഒന്നിച്ചുകൂടി വലിയ തീകുണ്ടാരമൊരുക്കി. ആ നാട്ടിലെ എല്ലാ കുടുംബങ്ങളും അതിലേക്ക് വിറകുകൾ സംഭാവന ചെയ്തു. കാരണം നാട്ടിൽ തീരുമാനിച്ചു എല്ലാവർക്കും പങ്ക് വേണം ഇബ്രാഹിമിനെ കൊല്ലുന്നതിൽ. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ചിലർ പറയും എനിക്കൊന്നും അഭിപ്രായം ചെയ്യുന്നില്ല, പിന്നെ ഓരൊക്കെ തീരുമാനിച്ചതല്ലേ എന്ന്. പിന്നെ അവർക്കിടയിൽ ഒരു ആക്ഷേപം വരാൻ പറ്റൂല. അപ്പം എല്ലാവരും പങ്കുചേരണം, എല്ലാവരും കഴിവനുസരിച്ച് അതിലേക്ക് വിറക് കൊടുത്തതാണ്. അൽബിദായത്ത് വന്നിഹായിലൊക്കെ കാണാം, അസുഖമുള്ള മനുഷ്യന്മാർ ആ തീയിലേക്ക് വിറക് നേർച്ചാക്കിയാണ്. ഇതൊരു ഷറഫാക്കപ്പെട്ട തീയാണ്, സാധാ തീയല്ല. നമ്മുടെ ദൈവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന തീയാണ്. അതുകൊണ്ട് ആ തീയിലേക്ക് വിറക് നേർച്ചയാക്കി, ആ നേർച്ചയാക്കിയ ആൾക്കാരുടെ അസുഖം മാറിയാണ്. അള്ളാഹു അവനെ പരീക്ഷിച്ചതാ, ഓനെ ഏതുവരെ പോകും നോക്കാലോ എന്ന്. അത് അള്ളാഹിൻ്റെ സുന്നത്താണ്. ഇസ്തിദ്റാജ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തി. സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ, അവരറിയാത്ത വഴിയിൽ നാം അവരെ പടിപടിയായി പിടികൂടുമെന്ന് അള്ളാഹ് പഠിപ്പിച്ചു. അതാ ഇസ്തിദ്റാജ്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചൂണ്ടലിടുക. ചൂണ്ടൽ ഒരു ഇര കൊളുത്തിയിട്ടാണ് ഇട്ടുകൊടുക്കുമല്ലോ. മത്സ്യം വന്ന് കൊത്തിയാൽ അപ്പം തന്നെ വലിക്കൂല, കുറച്ചും കൂടി കയറ് അയച്ചു കൊടുക്കും. മത്സ്യം വേച്ചോ കിട്ടിപ്പോയി, ഇന്ന് നല്ല കുശാലാണ്, ഇടയ്ക്കൊരു ഒറ്റപ്പിടുത്തം. ഇതാണ് ഇസ്തിദ്റാജ്. തിന്മയിൽ ഇങ്ങനെ പോകുമ്പോൾ, തെറ്റായ വഴിക്ക് പോകുമ്പോൾ അള്ളാഹ് ഇങ്ങനെ അയച്ചു കൊടുക്കും. ശിർക്കിലേക്ക് പോകുമ്പോൾ, കുഫ്റിലേക്ക് പോകുമ്പോൾ, തോന്നിവാസത്തിലേക്ക് പോകുമ്പോൾ പഠിച്ച ഒന്നിങ്ങനെ വിട്ടുകൊടുക്കുക. ഏതുവരെ പോകും നോക്കാം.
എത്ര പോകും നോക്കാനോ, പിന്നെ ഒറ്റപ്പെടുത്താം. ഇസ്തിദ്റാജ്. ആ തീയിലേക്ക് വിറക് നേർച്ചയ്ക്ക് മനുഷ്യന്മാരെ രോഗം സുഖപ്പെട്ടു. പടച്ച റബ്ബിന്റെ പരീക്ഷണമായിരുന്നു. തഫ്സീർ ഇമാം ഇബ്നു കസീറിന്റെ അൽ ബിദായത്ത് വന്നിഹായ എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. പക്ഷെ ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടിലാണ് ജീവിക്കുന്നത്. ഇബ്രാഹിം നബി ആ നാട്ടിലെ ഏക മുവഹിദാണ്. ഒപ്പാരുമില്ല. ഇബ്രാഹിം നബി ഖുർആൻ അനുയായികളൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് ആകെ വിശ്വസിച്ചത് സ്വന്തം സഹോദരപുത്രൻ ലൂത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. വേറെ ആരുമില്ല. ഭാരത് കണ്ടമാനം ആളും അർത്ഥമുള്ള വലിയൊരു അനുയായികളുള്ള വലിയ നേതാവൊന്നുമല്ല അന്ന് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നാട്ടില് വിറകങ്ങനെ വന്നിങ്ങനെ കുമാരമായി കൂടുകയാണ്. ഇത് എന്നെ കത്തിക്കാൻ ഉറപ്പാണല്ലോ, പക്ഷെ ഒരു പൊറുതികേട്. ഇപ്പം ആരോടാ പറയാ? എന്താ ഇപ്പം ചെയ്യുക? എന്താ ഇപ്പം രക്ഷപ്പെടാനുള്ള വഴി? ഇല്ല. ഹസ്ബി അല്ലാഹ് വ നിഅ്മൽ വക്കീൽ. എനിക്ക് അല്ലാഹ് മതി, എല്ലാം ഏൽപ്പിക്കാൻ മതിയായവനാകുന്നു അല്ലാഹ്. അങ്ങനെ വലിയ വിറകിന്റെ കൂമ്പാരം ഒരുങ്ങി അവസാനം തീ കൊളുത്തി ആളിക്കത്തി. തഫ്സീറുകളിൽ കാണാം, ഇബ്രാഹിം നബി അതിലേക്ക് എറിയാൻ നോക്കുമ്പോൾ അവർക്ക് എറിയാൻ പറ്റുന്നില്ല. കാരണം എറിയണമെങ്കിൽ അടുത്തേക്ക് പോകണ്ടേ, അടുത്തേക്ക് അടുക്കാൻ വയ്യ, അത്രയും ദൂരേക്ക് ചൂടുണ്ട്, അത്ര വലിയ തീയ ആളി കത്തുന്നത്. ആകാശത്തൂടെ പറന്നു പോകുന്ന പക്ഷികൾ പോലും കരിഞ്ഞു വീണുവെന്ന് തഫ്സീർ റാസിയിലൊക്കെ കാണുന്നു. വല്ലാഹു അഅലം. അവസാനം ചില ഉപായങ്ങൾ സ്വീകരിച്ച് അദ്ദേഹത്തെ പിടികൂടി ഒരു പലകയിൽ വെച്ച് കെട്ടിയിട്ട് ഒരു വീടിനെ മേലെ കേട്ട് തീയിലേക്ക് എറിഞ്ഞു എന്നൊക്കെയാണ് ചില തഫ്സീറിലൊക്കെ പറഞ്ഞത്. ഇന്ന് അവിടെങ്കിലും ഒരു പരാതി, ഒരു ആക്ഷേപം ഇല്ല. അദ്ദേഹം അപ്പോഴും പറഞ്ഞു ഹസ്ബി അല്ലാഹു വ നിഅ്മൽ വക്കീൽ. നബി തങ്ങൾ പറഞ്ഞു, ഈ ഒരു വചനം ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ 2 ഘട്ടങ്ങളിൽ ഇത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ഇബ്രാഹിം നബിയുടെ ഈ രംഗമാണ്, അതിനും പറഞ്ഞ വാക്കാണ്. പക്ഷെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ 2 സന്ദർഭം ഒന്ന് ഇതായിരുന്നു. തീയിലേക്ക് എറിയുമ്പോഴും ഹസ്ബി അല്ലാഹു വ നിഅ്മൽ വക്കീൽ. ഈ തീയിൽ കിടന്ന് കത്തിക്കഴിഞ്ഞു മരിക്കാനാണോ എൻ്റെ റബ്ബിൻ്റെ തീരുമാനം എങ്കിൽ അതുണ്ടാവും. അതല്ല എനിക്കൊന്നും സംഭവിക്കാതിരിക്കാനാണോ പഠിച്ചോൻ തീരുമാനിച്ചത് എന്നതുണ്ടാവും. പിന്നെന്താ പൊറുതേട്? പിന്നെന്താ ബേജാറ്? പടച്ച റബ്ബ് ഇടപെട്ടു. കാരണം തീ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, വിറക് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, ഇബ്രാഹിം നബി അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. പടച്ചോൻ പറഞ്ഞു, യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിമിന് നീ തണുപ്പായി മാറണം, രക്ഷയായി മാറണം. പുറത്തേക്ക് പെരുംചൂട്, അകത്ത് നല്ല തണുപ്പും രക്ഷയും. ഇനി അതിനാണ് കത്തിക്കഴിഞ്ഞ് പോയി വിചാരിക്കുക. ആ തീയിൽ ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മരിച്ചുപോയി എന്ന് വിചാരിക്കുക. എന്നാലോ അള്ളാഹുവിന്റെ തീരുമാനതാണ്. സക്കരിയ നബിയെ വാള് കൊണ്ട് ഈർന്നിട്ടാണ് കൊന്നതെന്നാണ്. സക്കരിയ നബി ആളുകൾ കൊന്നു കളഞ്ഞാണ്. യഹ്യാ നബിയെ കൊന്നതാണ്. ഈർച്ചവാള് കൊണ്ടുവന്ന് ഈർന്ന് 2 കഷ്ണമാക്കി കൊല്ലപ്പെട്ട നബിയാണ് സക്കരിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിന്റെ തീരുമാനം അതായിരുന്നു. പടച്ച റബ്ബിന് തീരുമാനമുണ്ട് ഈ ദുനിയാവിൽ ഖിയാമത്ത് വരെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും. അത് നമ്മുടെ വിഷയത്തിലുണ്ട്. അതിനപ്പുറത്തൊന്നും നേടാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത. റബ്ബേ നീ തന്നാൽ തടുക്കാൻ ആരുമില്ല. ഇതാണ് ഉറപ്പായാൽ കിട്ടുന്ന നിർഭയത്വം, ആ സമാധാനം, ആ സംതൃപ്തി. അത് വേറെ എവിടെയും കിട്ടൂല. ഇത് ബോധ്യപ്പെടാഞ്ഞാലോ എന്തിനും ഏതിനും പോകാൻ ബേജാറാകും. രാവിലെ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഗേറ്റും കന്ന് റോട്ട് കടന്നപ്പോഴേക്ക് കറുത്ത പൂച്ച ക്രോസ് ചെയ്താണ് പോയി. പിന്നെ ഓൻ ബേജാറായി, ഇനിയിപ്പോൾ ശരിയാവില്ല, ഇന്ന് നടക്കൂല. പിന്നെ അന്ന് വൈകുന്നേരം വരെ ഓൻ്റെ മനസ്സിൽ ഇതാണ്ടാവുക. എവിടെയെങ്കിലും വെച്ച് വണ്ടി പഞ്ചറായാലോ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇന്ന് ശരിയാവില്ല. ആ പൂച്ച ചാടിയപ്പോൾ അറിയാം ഇന്ന് മുഴുവൻ ബുദ്ധിമുട്ടാണ്. പൂച്ച ചാടിയതുകൊണ്ടല്ല ടയർ പഞ്ചറായത്, ഒരു ആണി ഓടിയതുകൊണ്ടായിരിക്കും. പക്ഷെ ഓനിതൊക്കെ അങ്ങണ്ട വെച്ച് കിട്ടും. അന്ന് വരുന്ന ഏത് പ്രതിസന്ധിയെയും പിന്നെ അതിൻ്റെ പേരിൽ വെച്ച് കെട്ടുന്നു. ഓൻ ടെൻഷനായി, ഓൻ്റെ നിർഭയത്വം നഷ്ടപ്പെട്ടു, ഓൻ അന്നൊരു സുഖമില്ല, സമാധാനമില്ല. അല്ലെങ്കിലോ എൻ്റെ റബ്ബ് തീരുമാനിച്ച ഇന്ന് എന്തൊക്കെ ഉണ്ടാകണം. ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. രാവിലെ ഇറങ്ങുമ്പോൾ പടച്ചോൻ്റെ നാമത്തിൽ തവക്കൽതു അലല്ലാഹ്, എല്ലാം ഇതാ റബ്ബിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ആ റബ്ബിനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവുമില്ല, ഒരു ശക്തിയുമില്ല. അത് മനസ്സറിഞ്ഞ് പറഞ്ഞിട്ട് ഇറങ്ങിയാൽ എന്തു സംഭവിച്ചാലും അൽഹംദുലില്ലാഹ്
നബി തങ്ങൾ പറയുമായിരുന്നു, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഏതവസ്ഥയിലും അൽഹംദുലില്ലാ, എന്തുണ്ടായാലും അൽഹംദുലില്ലാ. എൻ്റെ റബ്ബതിൽ ഒരു ഖൈർ ഉദ്ദേശിക്കുന്നുണ്ടാവും. എൻ്റെ റബ്ബിനോട് ഞാൻ ചോദിക്കുന്നത് ഖൈറാണ്, എൻ്റെ റബ്ബിനോട് ആവശ്യപ്പെട്ട് ഖൈറാണ്. ആ റബ്ബെനിക്ക് തീരുമാനിച്ചു തന്നത് ഖൈറിനായിരിക്കും എന്ന് വിചാരിച്ചാൽ പിന്നെ അതിൽ പൊറുതികേടില്ല. ഈ പൊറുതികേടുമായി നടക്കുമ്പോഴാണ് പടച്ചോൻ കൊടുത്തതിൽ ഇവൻ പ്രയാസപ്പെട്ട് നടക്കുമ്പോൾ എൻ്റെ പ്രശ്നം ഞാൻ തീർത്തുതരാം എന്ന് പറയാൻ കുറേ ആൾക്കാർ വരും. അതാ സിദ്ധന്മാർ, തങ്ങന്മാർ, ബീവിമാർ, ജ്യോത്സ്യന്മാർ, പണിക്കന്മാർ, കണക്കന്മാർ, ഇപ്പം ചില ഉസ്താദുമാർ, ഇവരൊക്കെ അതിൻ്റെ ആൾക്കാരാണ്. മറ്റൊന്ന് തിരഞ്ഞെടുക്കുകയാണ്. അല്ല എനിക്ക് രോഗം തന്നു, അത് ഷിഫാക്കാൻ അത് ഒരു വഴിയില്ല, അതിന് എന്തും ചെയ്യാൻ പറ്റുമോ, അങ്ങോട്ട് പോലെ ഞാൻ ചെയ്തു തരാം. അവിടെ പോയിട്ട് ഓരോ ഉറുക്ക് കൊടുക്കുക, ഏലസ് കൊടുക്കുക, ഒരു നൂല് ഊതി കൊടുക്കുക, വെള്ളം ഊതി കൊടുക്കുക, ഒന്ന് തടവി കൊടുക്കുക, ഒന്ന് തോണ്ടി കൊടുക്കുക, അത് മതി സാരമില്ല പൊയ്ക്കോ എന്ന് പറഞ്ഞ് 500,000 വാങ്ങി വെച്ചിട്ട് ഓനെ പറഞ്ഞേക്കുക. അങ്ങനെ ആർക്കും അവിടെ ചെയ്യാൻ പറ്റുക? അങ്ങനെ ഒരു കഴിവായിരുന്നു മുഅ്ജിസത്ത് കറാമത്തെങ്കിൽ അയ്യൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പരീക്ഷിക്കപ്പെടുമോ? ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 90 വയസ്സ് വരെ കുട്ടിയില്ലാതെ പരീക്ഷിക്കപ്പെടുമോ? സക്കരിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായാധിക്യമാകുന്നവരെ സന്താനമില്ലാതെ പരീക്ഷിക്കപ്പെടുമായിരുന്നു. അങ്ങനത്തെ ഒരു കഴിവല്ല മുഅ്ജിസത്ത്, അതല്ല കറാമത്ത്. നമ്മുടെ നാട്ടിൽ മനസ്സിലാക്കിയത് അങ്ങനെ. കറാമത്തിന് മുഅ്ജിസത്ത് പറഞ്ഞാൽ പിന്നെ ഓന് ഒരു കറാമത്തുണ്ടെങ്കിൽ പിന്നെ ആ നാടും ആ തലമുറയും അടുത്ത തലമുറയും മുഴുവൻ രക്ഷപ്പെട്ടു എന്നാണ്. അങ്ങനെയാണ് ഇപ്പോൾ CM മടവൂര് മുദബ്ബിൽ ആലമായി ലോകം മൊത്തം കൺട്രോൾ ചെയ്യുന്ന മൂപ്പരെ പറ്റി പറയും. മുദബ്ബിൽ ആലം, റബ്ബുൽ ആലമീൻ എന്നതിൻ്റെ മറ്റൊരു വാക്കാണ് മുദബ്ബിൽ ആലം. സർവ്വ ലോകത്തിൻ്റെയും കൺട്രോൾ ചെയ്യുന്ന ആള്. ആ ഒരു ലെവലിലേക്ക് ഒരു മനുഷ്യനെ പറയണമെങ്കിൽ പോലും പടച്ച റബ്ബിനെ എത്രമാത്രം അജ്ഞത ഉണ്ടാകണം ഒരാൾക്ക്, അല്ലെങ്കിൽ പറയാൻ പറ്റും. നബി തങ്ങളുടെ പ്രാർത്ഥന പോലും വലാ തക്കിൽനി ഇലാ നഫ്സി തുറഫത ഐൻ, റബ്ബേ ഒരു കണ്ണ് ചെമ്മി തുറക്കുന്ന സമയം പോലും എൻ്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കല്ല എന്നാണ്. ലോകത്തിൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കല്ല എന്നല്ല, എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കല്ല ഒരു സെക്കൻഡ് നേരത്തേക്ക്. അതാണ് നബി തങ്ങളുടെ മാതൃക. ഇവിടെ ലോകം കംപ്ലീറ്റ്, ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും സ്വർഗ നരകങ്ങളും ജിന്നും മലക്കുമടക്കം ലോകം മുഴുവനും അദ്ദേഹം കൺട്രോൾ ചെയ്യുന്നുവെന്ന് പറഞ്ഞിട്ട് അത് പറയല്ല ഉസ്താദേ എന്ന് പറയാൻ ഒരു മനുഷ്യൻ പോലും ഉണ്ടായില്ല മുജാഹിദീങ്ങളല്ലാതെ. ഒരാൾക്കെങ്കിലും തോന്നിയോ ഇത് പറയാൻ പറ്റൂതല്ലോ, ഇത് ശരിയല്ലല്ലോ എന്ന് തോന്നിയോ? 30, 40, 50 കൊല്ലം കിതാബോധി എന്ന് പറയുന്ന ആളുകൾക്ക് പോലും അതിന് ന്യായം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ ഇത് ശരിയല്ല എന്ന് പറയാൻ ഒരു മനുഷ്യൻ ഉണ്ടായില്ല. സാധാരണക്കാർക്ക് അതൊക്കെ മനസ്സിലായിരുന്നു. അപ്പം സഹോദരന്മാർ, അള്ളാഹിനെ പറ്റി ഇവിടെ മനസ്സിലാക്കണം. ജീവിതത്തിലെ ഓരോ രംഗത്തും റഹ്മാനായ റബ്ബിൻ്റെ ഇടപെടലുകൾ, അവൻ്റെ തീരുമാനങ്ങൾ, ഖദാ ഖദർ, ഇത് കൃത്യമായി മനസ്സിലാക്കി അള്ളാഹുവിൽ വിശ്വസിച്ചിറങ്ങുക. അതാണ് അൽ ഈമാൻ ബില്ലാഹ്. അതാണ് റളീതു ബില്ലാഹി റബ്ബ, അള്ളാഹുവിനെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നതല്ല, തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. മുഹമ്മദ് നബിയെ നബിയായി റസൂലായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇസ്ലാം എനിക്ക് ഇഷ്ടമാണ്, തൃപ്തിയാണ്. ഇസ്ലാമിൽ എന്തുണ്ടോ ഇഷ്ടത്തോടു കൂടി സ്വീകരിക്കും. അല്ലെങ്കിലൊക്കെ പ്രശ്നമായിരിക്കും. സംഗതി മുസ്ലിമായി കുടുങ്ങി, അത് ചെയ്യാൻ പറ്റും, അത് ചെയ്യാൻ പറ്റില്ല, മറ്റു ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഓനെ ആക്ഷേപിക്കും. ഒരു KNM ശാഖാ സെക്രട്ടറിനോട് പറഞ്ഞു, ഒരു പട്ടികജാതി ജനിച്ചാൽ മതിയായിരുന്നു, ഇപ്പം എല്ലാ ആനുകൂല്യവും ഓൽക്കാണ്. സുബ്ഹാനല്ലാഹ്. ഇതെന്തോ ഒരു ഇടങ്ങാറായതുപോലെ മുസ്ലിമായിട്ട് കുടുങ്ങിയ പോലെ തോന്നുകയാണ്. ഇനിയിപ്പോൾ എന്താ കാട്ട്, നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ, നമുക്കിപ്പോൾ തക്കും ഭാഗത്ത് നോക്കണ്ടേ, ഓൽക്കിപ്പോൾ ഒന്നും വേണ്ടല്ലോ എന്ന്. ഓൽക്കും വേണമെന്നൊക്കെ അവിടെ എത്തുമ്പോഴാണ് മനസ്സിലാവുക. അവിടെ എത്തുമ്പോഴാണ് മനസ്സിലാകാം. മാ സലക്കക്കും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, എന്തേ നിങ്ങൾ നരകത്തിൽ പ്രവേശിക്കേണ്ടി വന്നു? ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നല്ലേ പറഞ്ഞത്. സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നില്ല, യൗമുദ്ദീനെ കളവാക്കുമായിരുന്നു എന്ന് അവിടുന്ന് ആവരാതി പറയും. ദുന്യാവിലെ തുച്ഛമായ ലാഭങ്ങൾ മാത്രമേ ഇവിടെ അല്ലാത്തവരുണ്ടാവുള്ളൂ. ദുന്യാവിലെ നേട്ടങ്ങളല്ല. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ സ്വഹീഹ് ബുഖാരിക്ക് വിശ്വപ്രസിദ്ധമായ വ്യാഖ്യാനം എഴുതിയ ഫത്ഹുൽ ബാരിയുടെ ഗ്രന്ഥകർത്താവ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി, അദ്ദേഹം വലിയ ആലിമാണ്, അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ആളാണ്. അദ്ദേഹം അവിടുത്തെ കോടതിയിലെ ഏറ്റവും ഉന്നതമായ ജഡ്ജിയുമാണ്. അദ്ദേഹം കുതിരവണ്ടിയിലെ യാത്ര ചെയ്യാം.
കുതിരവണ്ടി നല്ല വസ്ത്രം ധരിച്ച് നല്ല ടോപ്പിലാണ് അദ്ദേഹത്തിന് യാത്ര ഉണ്ടാവലുള്ളത്. അദ്ദേഹം ഒരിക്കൽ പോകുന്ന വഴിയിൽ യഹൂദിയായൊരു മനുഷ്യൻ അവിടെ വഴിയിൽ മുമ്പ് കാത്തിക്കുകയാണ്. ഇയാളിങ്ങനെ ജോലിയൊക്കെ ചെയ്ത് ആകെ മുഷിഞ്ഞ് വൃത്തികേടായ വസ്ത്രവും വല്ലാത്ത ക്ഷീണവും പിടിച്ചിട്ട് അയാൾ നിൽക്കുന്നത്. ഇമാം അസ്കലാനി കുതിരവണ്ടി രാജകീയമായിട്ട് ഇങ്ങനെ വരുമ്പോൾ അദ്ദേഹം അവിടെ വഴിക്ക് കൈയാട്ടി ഒരു സംശയം ചോദിക്കാണ്ട്, നിങ്ങൾ നബി പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ദുനിയാവ് മുഅ്മിന് നരകമാണ്, അവിശ്വാസിക്ക് സ്വർഗമാണ്. നിങ്ങളെ കണക്കിൽ ഞാൻ അവിശ്വാസിയാണ്, നിങ്ങൾ മുഅ്മിനാണ്. പക്ഷെ നിങ്ങൾ കണ്ട എത്ര ഉസാല ജീവിക്കുന്നത്, ഞാൻ കണ്ടോ ഈ കോലത്തിലാണ്. അപ്പോൾ ഈ ഹദീസ് ശരിയല്ലാതിന് ഏറ്റവും വലിയ തെളിവ് നമ്മളുണ്ടാവുള്ളൂ അല്ലേ എന്ന സംശയം. നമ്മളാണെന്താ അങ്ങനെ ആ ഹദീസ് എന്തോ കുഴപ്പമുണ്ട്, ഏതായാലും ഇപ്പം എന്താ അറിയില്ല എന്നേ പറയുള്ളൂ. അദ്ദേഹം പറഞ്ഞു ആ ഹദീസ് ശരിയാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. നാളെ പരലോകത്തെത്തിയാൽ ഈ വിശ്വാസത്തിലാണ് നീ മരിച്ചു പോകുന്നതെങ്കിൽ നിനക്കവിടെ നരകമാണ്. ആ നരകത്തിലെ അദാബ് അനുഭവിക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും, ദുന്യാവിൽ ഞാനൊക്കെ വലിയ സ്വർഗത്തിലായിരുന്നു. എനിക്ക് റബ്ബ് സ്വർഗം നൽകിയാൽ അവിടെ എത്തുമ്പോൾ എനിക്ക് ബോധ്യമാകും ദുന്യാവിൽ അനുഭവിച്ചത് ഒന്നുമല്ല. ഒരു ജയിലിൽ കിടക്കുന്ന മനുഷ്യൻ ആ ജയിലിൽ നിന്ന് കിട്ടിയ ചെറിയ ആനുകൂല്യങ്ങൾ അത്രമാത്രമേ. അദ്ദുന്യാ സിജ്നുൽ മുഅ്മിനി വജന്നത്തുൽ കാഫിർ. ദുന്യാവ് വിശ്വാസിയുടെ ജയിലാണ്, അവിശ്വാസിയുടെ സ്വർഗവുമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യന് ബോധ്യമായി, അയാൾ ഇസ്ലാം സ്വീകരിച്ചുവെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അപ്പം അല്ലാഹ് പറഞ്ഞാൽ, റസൂല് പറഞ്ഞാൽ അത് ഹക്കാണ്. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീൻ. ഇസ്ലാമിനെ ദീനായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഒരു ഹറാമും അല്ലാഹ് വെറുതെ ഹറാമാക്കിയിട്ടില്ല, ഒരു കറാഹത്തും അല്ലാഹ് വെറുതെ കറാഹത്താക്കിയിട്ടില്ല, ഒരു ഫർളും അല്ലാഹ് വെറുതെ ഫർളാക്കിയിട്ടില്ല. അതിനെല്ലാം കൃത്യമായ ചില തത്വങ്ങൾ, രഹസ്യങ്ങളുണ്ട്. ചിലത് നമുക്ക് മനസ്സിലാകും, ചിലത് മനസ്സിലാവില്ല. പക്ഷെ എൻ്റെ റബ്ബ് പറഞ്ഞാൽ, എൻ്റെ റസൂല് പറഞ്ഞാൽ അതാണ് ഹക്ക്, അതാണ് എനിക്ക് ഖൈറ്, അതാണ് എൻ്റെ മസ്ലഹത്ത്. ഇസ്ലാമിലെ മുഴുവൻ നിയമങ്ങളും അടിമകളുടെ മസ്ലഹത്തിന് വേണ്ടി മാത്രമാണ്. അടിമകളുടെ മസാലിഹുൽ ഇബാദ് അൽ ആജില വൽ ആജില. അടിമകൾക്ക് ദുനിയാവിലോ ആഖിറത്തിലോ ലഭിക്കാനുള്ള മസ്ലഹത്തുകൾ, അതിനുവേണ്ടി അല്ലാതെ മതത്തിൽ ഒരു നിയമവുമില്ല. ഏത് നിയമം ഇസ്ലാമിലുണ്ടോ അത് മുഴുവൻ അല്ലാഹ് നിശ്ചയിച്ചത് ഒന്നുകിൽ ഐഹികമായ നേട്ടം അടിമകൾക്ക്, അല്ലെങ്കിൽ പാരത്രികമായ നേട്ടം അടിമകൾക്ക്, അല്ലെങ്കിൽ രണ്ടും ലഭിക്കാൻ. ഇതല്ലാത്ത നിയമം ഇസ്ലാമിലില്ല. ഏതു കാര്യം പാടില്ല എന്ന് പറഞ്ഞോ അതിന് പിന്നിൽ ഇതിനെ ബാധിക്കുന്ന ദോഷകരമായ വല്ലതും ഉണ്ടാകും. ചില ഭക്ഷണം കഴിക്കാൻ പാടില്ല, ചില പാനീയം കഴിക്കാൻ പാടില്ല, ചില കച്ചവടങ്ങൾ പാടില്ല, ചില ഇടപാടുകൾ പാടില്ല. പലിശ വാങ്ങാൻ പറ്റൂല, മദ്യം കഴിക്കാൻ പറ്റൂല, കൈക്കൂലി വാങ്ങാൻ പറ്റൂല, സ്ത്രീധനം പാടില്ല, കൊള്ളലാഭങ്ങൾ പാടില്ല. എന്താ അപ്പം ഇങ്ങനെയൊക്കെ പട വെച്ചത്? ഇത് മനുഷ്യന്മാരെ ഖൈറിന് വേണ്ടിയാണ്, അടിമകളുടെ മസ്ലഹത്തിന് വേണ്ടിയാണ്. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് മതത്തിനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുക. വേണം വേണ്ടെന്നുള്ളതൊക്കെയല്ല, ആർക്കോ വേണ്ടി ചെയ്യല്ല. ഇത് മനസ്സറിഞ്ഞ് സംതൃപ്തിയോടുകൂടി റാഹത്തോടു കൂടി ചെയ്യാൻ പറ്റും. നബി ഞങ്ങൾ പറഞ്ഞു, വജുഇലത്ത് ഖുർറത്തു ഐനി ഫിസ്സലാ. എൻ്റെ കൺകുളിർമ എൻ്റെ നിസ്കാരത്തിലാണ്. കൺകുളിർമ എൻ്റെ നിസ്കാരത്തിലാണ്. നമുക്ക് അത് അനുഭവപ്പെടുന്നില്ലല്ലോ. ഇമാം 2 ഏറെ ഓതിയാൽ പോലും എന്താ ഇപ്പം മുപ്പത് നീട്ടിക്കണമല്ലോ, ഒന്ന് മുപ്പത് ശ്രദ്ധപ്പെടുത്തിക്കാണ്ട് എന്ന് സെക്രട്ടറിയോട് പറഞ്ഞിട്ട് നമ്മൾ പോവുള്ളൂ. നമുക്കത് കൺകുളിർമയല്ല, നമുക്ക് ആ അവസ്ഥ അനുഭവിക്കാൻ കഴിയുന്നില്ല. അടിസ്ഥാനം മറ്റൊന്നുമല്ല, പടച്ച റബ്ബിനെ മനസ്സിലായിട്ടില്ല. എല്ലാ വഴികേടിൻ്റെയും അടിസ്ഥാനം അതാണ്. ഞാൻ അവസാനിപ്പിക്കാം. എല്ലാ വഴികേടിൻ്റെയും അടിസ്ഥാനം അതാണ്. വിശുദ്ധ ഖുർആനിൽ 2 പ്രാവശ്യം എന്ന ആയത്താണല്ലോ വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി. അള്ളാഹിനെ കണക്കാക്കണ ക്രമത്തിൽ കണക്കാക്കിയിട്ടില്ല. ഒന്ന് യഹൂദി നസാറകളെ പറ്റി പറഞ്ഞതാണ്, മറ്റൊന്ന് മക്കത്തെ മുശ്രിക്കിനെ പറ്റി പറഞ്ഞതാണ്. ഖുർആൻ 2 സ്ഥലത്ത് പറഞ്ഞു, ഒന്ന് വമാ ഖദറുല്ലാഹ്, മറ്റൊന്ന് മാ ഖദറുല്ലാഹ്. ഒന്ന് അഹ്ലു കിതാബിനെ കുറിച്ചാണ്, ജൂത ക്രൈസ്തവനെ കുറിച്ചാണ്. മറ്റൊന്ന് മക്കയിലെ മുശ്രിക്കിനെ പറ്റിയാണ്. അവർക്കൊക്കെ പിഴയ്ക്കാൻ കാരണം വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി. അവാന്തര വിഭാഗങ്ങൾ, മുഅ്തസിലിയാക്കൾ, ഖദരിയാക്കൾ, ജഹ്മികൾ, ജബരികൾ, ജഅദികൾ തുടങ്ങി
സൂഫി അടക്കമുള്ള അഹ്ലുസുന്നയിൽ വഴിമാറിപ്പോയ ഏതൊക്കെ സംഘങ്ങളുണ്ടോ ആ സംഘങ്ങളും പിഴക്കാൻ കാരണം ഈ അടിസ്ഥാനം തന്നെയാണ്. വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി. പടച്ച റബ്ബിനെ കണക്കാക്കിയില്ല, അള്ളാഹിനെ മനസ്സിലാക്കിയില്ല. അവനാൻ്റെ ബുദ്ധി വെച്ചും അവനാൻ്റെ യുക്തി വെച്ചും അവനാൻ്റെ സൗകര്യത്തിനുമൊക്കെയാണ് പടച്ചോനെ ഓരോരുത്തരും മനസ്സിലാക്കിയത്. അപ്പം ചില അബദ്ധങ്ങൾ സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിൽ നിർഭയത്വം വേണോ, ജീവിതത്തിൽ സമാധാനം വേണോ, ജീവിതത്തിൽ സംതൃപ്തി വേണോ, പടച്ച റബ്ബിനെ കുറിച്ച് പഠിക്കുക, അവൻ്റെ നാമങ്ങൾ അറിയുക, വിശേഷങ്ങൾ അറിയുക, ഖദർ കൃത്യമായി പഠിക്കുക. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അതിൽ മാത്രമേ ഇത് കിതാബാണ് ശിഫാഉൽ അലീൽ എന്ന ഗ്രന്ഥം. ഖദർ പഠിപ്പിക്കാൻ ലോകത്ത് അതിന് മുമ്പും അതിന് ശേഷവും അത്തരമൊരു കിതാബ് എഴുതപ്പെട്ടിട്ടില്ല എന്നാണ്. ശിഫാഉൽ അലീൽ ഏറ്റവും നല്ല ഗ്രന്ഥമാണ്. ഖദർ പഠിക്കുക. മലയാളത്തിൽ അങ്ങനത്തെ പുസ്തകം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മലയാളത്തിൽ ഖദർ പഠിപ്പിക്കുന്ന പല പുസ്തകങ്ങളും ഉണ്ട്, പലരും ഇറക്കിയിട്ടുണ്ട്. അതൊന്നും ഒരു ബാഹ്യമായ കാര്യങ്ങൾ പറഞ്ഞു പോവുക എന്നല്ലാതെ അത്ര ആഴങ്ങളിലേക്ക് ഇറങ്ങി ആ വിഷയം പ്രതിപാദിക്കുന്ന രചന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അറബിയിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് എഴുതിയ ശിഫാഉൽ അലീലാണ് ലോകത്ത് തന്നെ 14ാം ആ വിഷയം പഠിപ്പിക്കുക ഇത്ര ഗഹനമായും ഇത്ര സമർത്ഥമായും എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടും എഴുതപ്പെട്ട ഒരു രചന. അദ്ദേഹത്തിൻ്റെ തന്നെ ത്വരീഖുൽ ഹിജ്റത്ത് എന്ന കിതാബിൽ ഏകദേശം 2 അധ്യായങ്ങളിൽ ഈ വിഷയം ചുരുക്കി അദ്ദേഹം പറയുന്നുമുണ്ട്. ഏതാണെങ്കിലും ഏതെങ്കിലും സോഴ്സ് വെച്ചുകൊണ്ട് നാം പഠിക്കാൻ തയ്യാറാവുക. റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള അറിവ്, അവനെക്കുറിച്ചുള്ള പഠനം, അവനെക്കുറിച്ചുള്ള ചിന്ത, അവനെക്കുറിച്ചുള്ള ബോധ്യം, അതുമാത്രമാണ് ജീവിതത്തിൽ സമാധാനത്തിനുള്ള അടിസ്ഥാനമെന്ന് നാം തിരിച്ചറിഞ്ഞ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയണേ റബ്ബിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് മാത്രമാണ് ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുക. മറ്റൊന്നും സമാധാനം കിട്ടില്ല. സമാധാനത്തിൻ്റെ മാർഗം ബിദിക്രില്ല, അള്ളാഹിനെ പറ്റി ഓർക്കുക, അള്ളാഹിനെ സ്മരിക്കുക, റബ്ബിനെ കുറിച്ച് പറയുക. അതല്ലാത്ത സമാധാനത്തിൻ്റെ വഴിയില്ല. കുറേ പണമുണ്ടായാൽ സമാധാനം ഉണ്ടാകില്ല, വലിയ വീടുണ്ടായാൽ മാത്രം സമാധാനം ഉണ്ടാവുകയില്ല, വലിയ സ്ഥാനമാനങ്ങളുണ്ടായാൽ സമാധാനം കിട്ടുകയില്ല, അതേപോലെ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയാലും സമാധാനം കിട്ടുകയില്ല. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദിക്റുള്ള കൊണ്ടാണ് പടച്ചോനെ പറ്റിയുള്ള ഓർമ്മ, റബ്ബിനെ കുറിച്ച് എപ്പോഴും അത് വർദ്ധിപ്പിക്കുക. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ബഹുമാനായ താബിഈ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് 110 വഫാത്തായ ബസ്രക്കാരനാണ് അദ്ദേഹം. 400ഓളം സ്വഹാബിമാരെ അല്ലെങ്കിൽ 500ഓളം സ്വഹാബിമാരെ എന്നും അഭിപ്രായമുണ്ട്. കണ്ട് അവരിൽ നിന്ന് മതം പഠിച്ച താബിഈയാണ് ഹസൻ ബസ്രി. 500ഓളം സ്വഹാബിമാരെ കണ്ടാണ്. ആ ഹസൻ ബസ്രിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ അഹ്ലുസുന്നയുടെ ഏറ്റവും വലിയ നെടുന്തൂണ്. മുഅ്തസിലിയാക്കൾ രംഗത്ത് വന്നപ്പോൾ മുഅ്തസിലിയാക്കൾക്ക് വഴിപിഴച്ചുവെന്ന് സമുദായത്തെ ബോധ്യപ്പെടുത്താൻ അഹ്ലുസുന്നയ്ക്ക് നേതൃത്വം വഹിച്ച അന്നത്തെ ഏറ്റവും വലിയ അഹ്ലുസുന്ന നേതാവ് ഹസൻ ബസ്രിയാണ്. അദ്ദേഹത്തിന് അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, വലിയ ക്ഷാമമാണ്, വരൾച്ചയാണ്, വല്ലാത്ത ബുദ്ധിമുട്ടാണ്, എന്തെങ്കിലും പരിഹാരം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അലൈക ബിൽ ഇസ്തിഗ്ഫാർ, ഈ ഇസ്തിഗ്ഫാർ ചെയ്തോ, പാപമോചനത്തിനായി തേടിക്കോ. മറ്റൊരാൾ പിന്നെ വന്നിട്ട് അദ്ദേഹം പരാതി പറഞ്ഞു, ഫഖർ, ദാരിദ്ര്യമാണ്, വല്ലാത്ത പ്രയാസമുണ്ട്, ദാരിദ്ര്യമാണ്. അദ്ദേഹത്തോടും പറഞ്ഞു, നീ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോ. മൂന്നാമതൊരാൾ വന്ന് പരാതി പറഞ്ഞത്, കല്യാണം കഴിഞ്ഞ് കുറേ ആയി, പക്ഷെ കുട്ടികളുണ്ടായിട്ടില്ല, മക്കളില്ല. അപ്പോഴും ഹസൻ ബസ്രി പറഞ്ഞു, ഇസ്തിഗ്ഫാർ ചെയ്തോ. നാലാമതാൾ വന്നിട്ട് പറഞ്ഞത്, കച്ചവടക്ക മോശ, കൃഷിയൊക്കെ നശിക്കുന്നു, സമ്പത്തിന് വലിയ പരീക്ഷണമാണ്. അദ്ദേഹം പറഞ്ഞത്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു. ശിഷ്യന്മാർ ചോദിച്ചാൽ, അല്ല ഉസ്താദേ, എന്താ ഇപ്പോൾ ആര് എന്ത് വന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഒറ്റ മറുപടിയാണല്ലോ, എല്ലാത്തിനും പറയും ഇസ്തിഗ്ഫാറാണ്, എന്താ അങ്ങനെ? അദ്ദേഹം പറയും, എൻ്റെ അടുത്ത് വേറെ പരിഹാരമൊന്നുമില്ല, അല്ലാഹ് പറഞ്ഞ പരിഹാരം ഇതാണ്. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിക്കോയെങ്കിൽ ആകാശം സമൃദ്ധമായി മഴ നൽകും, സമ്പത്ത് നൽകിയത് സഹായിക്കും, സന്താനത്തെ നൽകി സഹായിക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പാപമോചനം നൽകും. ഗഫാറാണ്, അല്ലാഹ് ഏറെ പൊറുക്കുന്നവനാണ്. അതേപോലെ ജന്നാത്തിൻ വൻഹാറ, അരുവികളും തോട്ടങ്ങളും അല്ലാഹു തആല നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഇതിനെല്ലാം അല്ലാഹ് പരിഹാരം പറഞ്ഞത് ഇസ്തിഗ്ഫാറാണ്. ഈ ആയത്ത് ഓതിയിട്ടാണ് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് ആ പരിഹാരം പ്രവർത്തിച്ച തഫ്സീർ ഖുർത്തുബിയിൽ സൂറത്ത് നൂഹിലെ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച് നമുക്കത് കാണാൻ കഴിയും.
സഹോദരങ്ങളെ, അള്ളാഹിനെ പറ്റി എപ്പോഴും സ്മരിക്കുക, ദിക്ർ വർദ്ധിപ്പിക്കുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം തുടങ്ങിയ റബ്ബിനെ സ്മരിക്കുന്ന ദിക്റുകൾ അത് എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാ സമയത്തും ജീവിതത്തിൻ്റെ ഭാഗമായി മാറട്ടെ. അതിന് വേറെ പ്രത്യേകിച്ച് മുടക്കുന്നില്ല, അതിന് വേറെ പ്രത്യേകിച്ചൊന്നും സമയം കാണേണ്ട ആവശ്യമില്ല. നമ്മുടെ സംസാര മധ്യേ പോലും ദിക്റുകൾ ധാരാളമായി വരട്ടെ. നിബിധങ്ങളൊക്കെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ പോലും ഇസ്തിഗ്ഫാർ ഇങ്ങനെ ചൊല്ലുന്ന സ്വഹാബിമാരെ പറയാൻ, ഞങ്ങളിങ്ങനെ നബി ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങളിങ്ങനെ അറിയാതെ ഇങ്ങനെ എണ്ണിപ്പോകും. നബി പോലും അറിയാതെ ഞങ്ങൾ എണ്ണും. നബി ഞങ്ങളൊപ്പം ഇരുന്ന് വർത്താനം പറയേക്കും, അതിനിടയിൽ ഇങ്ങനെ ഇടയ്ക്ക് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ഇടയ്ക്ക് പറയും. അപ്പം ഞങ്ങൾ എണ്ണും. ഒറ്റ ഇരുത്തത്തിൽ ഒറ്റ മജ്‌ലിസിൽ അല്ലാഹുവിൻ്റെ റസൂൽ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞവരെ ഞങ്ങൾ എണ്ണിയിട്ടുണ്ട് എന്ന് സ്വഹാബികളെ പറയാം. നബി തങ്ങൾ തന്നെ പറഞ്ഞു, ഞാനൊരു ദിവസം 100 തവണ ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ട്. നബിക്ക് പാപങ്ങളില്ലല്ലോ, പൊറുക്കാൻ പാപങ്ങളില്ല. അപ്പം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ പാപം പൊറുക്കൽ മാത്രമല്ല, ജീവിതത്തിലെ എല്ലാ ഖൈറും എല്ലാ ബറക്കത്തും ദുന്യവിയായ നേട്ടങ്ങളും ഉഖ്റവിയായ നേട്ടങ്ങളും എല്ലാത്തിനുമുള്ള അടിസ്ഥാനമാണ്, പരിഹാരമാണ് ഇസ്തിഗ്ഫാർ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ. അത്തരം ദിക്റുകൾ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുക, ഖുർആനുമായി ബന്ധമുണ്ടാവുക, ഇബാദത്തുകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക, നിസ്കാരം ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അള്ളാഹിനെ കുറിച്ചുള്ള എല്ലാ സ്മരണകളും ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയാൽ എന്തു പരീക്ഷണമുണ്ടായാലും എന്തു പ്രതിസന്ധി വന്നാലും എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അവിടേക്ക് ഒരു സമാധാനം, ഒരു നിർഭയത്വം, ഒരു സംതൃപ്തി അവന് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും. അതാണ് തൗഹീദിൻ്റെ അടിസ്ഥാനം. ആ തൗഹീദ് നൽകുന്ന സുരക്ഷ, തൗഹീദ് നൽകുന്ന സംതൃപ്തി മറ്റൊന്നുകൊണ്ട് ലഭിക്കുകയില്ല. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, നമ്മളൊക്കെ അനുഭവിക്കുന്ന മനസ്സമാധാനം, നമ്മളൊക്കെ അനുഭവിക്കുന്ന ആ നിർഭയത്വമുണ്ടല്ലോ, അതിവിടുത്തെ രാജാക്കന്മാർക്ക് പോലുമില്ല, രാജാക്കന്മാരെ മക്കൾക്കുമില്ല. എല്ലാ സൗകര്യവുമുള്ള രാജകീയമായി ജീവിക്കുന്ന ഭരണാധികാരികൾക്കോ അവരെ മക്കൾക്കോ പോലും നമുക്കുള്ള ആ സമാധാനം അവർക്കില്ല. നമ്മൾ അനുഭവിക്കുന്ന സമാധാനമെങ്കാലും അവർ അറിയുകയാണെങ്കിൽ ലജാലദൂനാ ബിസ്സുയൂഫ്, വാളെടുത്ത് നമുക്കെതിരെ ഏറ്റുമുട്ടാൻ വരുമെന്നാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഇഗാസുൽ ലഹ്ഫാൻ മിൻ മസായിദിശ് ശൈത്വാൻ എന്ന കിതാബിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചത്. അതുകൊണ്ട് ആ സമാധാനം തൗഹീദ് കൊണ്ടേ ലഭിക്കൂ, ആ നിർഭയത്വം തൗഹീദ് കൊണ്ടേ ലഭിക്കൂ. പടച്ച റബ്ബിലേക്ക് പരിപൂർണമായി മനസ്സു മടങ്ങി റബ്ബിൽ തവക്കുലാക്കി, ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി, എല്ലാം അള്ളാഹിനെ ഏൽപ്പിച്ചു, തവക്കൽതുഅല്ലാഹ്, ഒക്കെ റബ്ബിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ആ റബ്ബിൻ്റെ തീരുമാനമാണ്, അവൻ്റെ നിശ്ചയമാണ് എൻ്റെ ജീവിതത്തിൽ ഓരോ സെക്കൻഡിലും നടക്കുകയുള്ളൂ, അതിനപ്പുറമൊന്നുമില്ല. അവൻ തന്നാൽ തടയാനും ആളില്ല, അവൻ തടഞ്ഞാൽ നൽകാനും ആളില്ല എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ട് ഉറപ്പിച്ചുകൊണ്ട് റദീതു ബില്ലാഹി റബ്ബ, അള്ളാഹിനെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടിരിക്കുന്നു, മുഹമ്മദ് നബിയെ റസൂലായി തൃപ്തിപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സറിഞ്ഞ് പ്രഖ്യാപിച്ച് ഈ ദുനിയാവിൽ സൃഷ്ട ആയുസ് നാം അത് ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കുക. സ്വർഗം കിട്ടണം, അതിൽ നിർബന്ധ ബുദ്ധിയാവണം. നരകം സഹിക്കാൻ നമുക്ക് കഴിയില്ല, നമ്മൾ സാധുക്കളാണ്, ദുർബലന്മാരാണ്, നരകം സഹിക്കാൻ ഒരിക്കലും സാധ്യമല്ല. നരകത്തിൽ പോയി വേകുന്ന, നരകത്തിൻ്റെ വിറകായി മാറുന്ന സാഹചര്യം നമുക്കൊരിക്കലും ഉണ്ടായിക്കൂടാ. സ്വർഗം കിട്ടിയേ പറ്റൂ, അതിനുവേണ്ടി പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിലെ മുഴുവൻ മേഖലയും അല്ലാഹു തആല അവൻ്റെ ബറക്കാത്തുകൾ ധാരാളമായി നമ്മിലെല്ലാം വർഷിക്കുമാറാവട്ടെ. രോഗികളായി കഴിയുന്ന എമ്പാടും ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞവർ അപ്പോൾ അവർക്കെല്ലാം ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അനുഭവിക്കുന്ന വേദനയ്ക്ക് അല്ലാഹു തആല അവർക്കെല്ലാം പരിപൂർണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിത അവസാനം വരെ അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി ഇഖ്ലാസോടെ സേവനങ്ങൾ ചെയ്യാനും ഈമാനോടെ ജീവിക്കുവാനും ഈമാനോടെ മരിക്കാനുമുള്ള തൗഫീഖ് നൽകി അപ്പോൾ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.